അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് വിലക്കുകയാണ്, ആസിയിൽ വചനം പ്രസംഗിക്കണ്ട. കാരണം അവിടെ ഇപ്പൊ വേണ്ട, വിട്ടേര്. വായിക്ക്. ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. മുസ്സയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. കണ്ടോ? അപ്പൊ ചില സ്ഥലത്ത് പ്രസംഗിക്കാൻ സമ്മതിച്ചില്ല, ചില സ്ഥലത്തേക്ക് പോകാനും പരിശുദ്ധാത്മാവ് അവരെ സമ്മതിക്കുന്നില്ല. പിന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? നേരെ നടത്തി 16-ാം വാക്യത്തിലേക്ക് വരാം. അവർ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തെയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തെ ഞങ്ങൾ എതിരേറ്റു. അവൾ പൗലോസിന്റെയും. കണ്ടോ? അവൾ എവിടാന്ന്? പ്രാർത്ഥനാ സ്ഥലത്ത്. ആളാരാണ്? വെളിച്ചപ്പാടത്തി അല്ലേ? യജമാനന്മാർക്ക് വലിയ ലാഭം അല്ലേ? യജമാനന്മാരെന്ന് പറഞ്ഞ പാസ്റ്റർമാരാണെന്ന് എനിക്കറിയില്ല അല്ലേ? ഏതായാലും പ്രാർത്ഥന സ്ഥലത്താണ്. ഏതായാലും യജമാനന്മാർ പാസ്റ്റർമാരായിരിക്കാനാ സാധ്യത. ഭയങ്കര ലാഭം ഉണ്ടാക്കും. എല്ലാ വെള്ളിയാഴ്ച അവിടെ പ്രാർത്ഥനയാണ്, എല്ലാ ചൊവ്വാഴ്ചയും പ്രാർത്ഥനയാണ്. സ്തോത്രം. ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പുള്ളിക്കാരൻ എന്നോട് പറയുകയാണ്, ഞാൻ സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയിട്ട് ഇത്ര വർഷമായി. ഞാൻ ചോദിച്ചാൽ എത്ര വിശ്വാസികളുണ്ട്? എല്ലാം കൂടെ 6-7 വിശ്വാസികളേ ഉള്ളൂ. ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്? അത് എൻ്റെ ഭാര്യ നല്ല വെളിപ്പാട് പറയുന്ന ആളാണ്. അതുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ ആൾക്കാർ വരും, വെളിപ്പാട് കേൾക്കാൻ ആൾക്കാർ വരും. അങ്ങനെ അവർ കൊണ്ടുവരുന്ന അരിയും പഞ്ചസാരയും വെച്ചാണ് കാര്യം പോകുന്നത്. ആ പേരൂടെ പറഞ്ഞാലേ കൊള്ളാവും, പക്ഷേ എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല, വീഡിയോ അല്ലേ. വെളിച്ചപ്പാടത്തെയായി യജമാനന്മാർക്ക് വലിയ ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാർ. അവിടേക്ക് നമ്മൾ പോവുകയും ചെയ്യും. കാര്യം കൊച്ചിന് അഡ്മിഷൻ കിട്ടുമോ ഇല്ലെന്നറിയാൻ. നല്ലതായിട്ട് പറയും കേട്ടോ. അതുകൊണ്ട് പോയപ്പോൾ എന്താ കുഴപ്പം അല്ലേ? ചീനി വിളയോ കാഞ്ഞിരംകുളത്തോ എവിടെ വേണോ നമുക്ക് പോവാം. ആലപ്പുഴ വരെയും പോകുന്ന ആൾക്കാരുണ്ട്. അവിടെ ചെന്ന് കിട്ടുന്ന പത്രം വെച്ചിട്ട് ചമ്മന്തി അരച്ച് കുടിച്ചാൽ വയറ്റിലെ എല്ലാ പ്രശ്നവും മാറുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ വെളിച്ചപ്പാടത്തിലും കൂടിയ സൈസ് ആയിരിക്കാനാണ് സാധ്യത. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. പറയുന്നത് എന്നാണെന്ന് എനിക്ക് അറിയാന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, റൈറ്റ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കട്ടോണേ, ഇങ്ങനെ നടക്കുന്ന വിശ്വാസികൾ ഇപ്പോഴും ഉണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം ഷെഡും വെച്ചുകൊണ്ടിരിക്കുന്ന മിടുക്കന്മാരും ഇപ്പോഴും ഉണ്ട്. ഇവിടെ പറഞ്ഞോ, വെളിച്ചപ്പാടത്തിയായി യജമാനന്മാർക്ക് ലാഭമുണ്ടാക്കുന്ന ഒരു ബാല്യക്കാരത്തി. വായിക്ക്. ഞങ്ങളെ അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടോ? ആ വെളിച്ചപ്പാടാണെങ്കിൽ പോലും സത്യം വിളിച്ചു പറഞ്ഞേ. കണ്ടോ? അപ്പൊ നമ്മൾ ഉപദേശിച്ചായിരുന്നെങ്കിൽ എന്തോ ചെയ്തനെ? കണ്ട, കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ഞാനാണ് ദൈവദാസൻ എന്ന് പറഞ്ഞു തന്നെ. ഇവിടെ കേട്ടോക്കെ, വൈകി. ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞു. കേട്ടോ? നമ്മളെയൊക്കെ ഇരുത്തി പൊക്കി പറഞ്ഞാൽ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കും. കൊള്ളാം, പറയൂ അല്ലേ? ദിവസന്മാരൊക്കെ നമ്മളിങ്ങനെ പൊക്കി പറയാൻ നേരിട്ടില്ലേ? അയ്യാര് ഭയങ്കര സംഭവമാണ്, ഒരു പിണ്ണാക്കുമല്ല എങ്കിലും പറഞ്ഞിങ്ങനെ തള്ളി ഇങ്ങനെ മേളിക്കൂടി വെക്കും. ഇവിടെ പിശാച് ബാധിച്ച ഈ സ്ത്രീ പറയാണ്, ഇവർ അത്യുന്നതന്റെ ദൈവത്തിന്റെ ദാസന്മാർ. കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. രക്ഷാമാർഗം അറിയിക്കും, കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. എന്നിട്ട് പോലും പൗലോസിനെ മൂഷിച്ചിട്ട് വന്നു. പൗലോസ് എന്നാ ചെയ്തു? വൈകി തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളിലുള്ള ഭൂതം കണ്ട, അവള് ഭൂതമല്ല, അവളിലുള്ള ഭൂതം. ആ സാധനമാണ് ഇരുന്ന് വെളിച്ചപ്പാട് അടിച്ചുകൊണ്ടിരുന്നത്. എവിടെ കിണർ കുത്തണമെന്ന് കറക്റ്റ് പറഞ്ഞു തരും. 4 പെമ്പിള്ളേരെ കണ്ടിട്ട് ചെന്നിരിക്കുകയാണ്, ഏത് കെട്ടണമെന്ന് കറക്റ്റ് പറഞ്ഞു തരും. അവളിൽ ഭൂതമാണ്, പക്ഷെ സാധനം കറക്റ്റായിട്ട് പറയും. നിങ്ങൾക്കിപ്പോ ഭൂതമായാലും ഭാവി ആയാലും കാര്യം അറിഞ്ഞാൽ മതിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ശരിയല്ലേ? ഭീമാപ്പള്ളി പോയാലും അറിയാൻ പറ്റും, ഇടത്തുവേ പോയാലും അറിയാൻ പറ്റും, ഈ ടീമുകളടുത്ത് പോയാലും അറിയാൻ പറ്റും. ഇതിന് എത്ര രൂപയാണ് ഫീസൊന്നും എനിക്കറിയില്ല കേട്ടോ. സ്വതന്ത്രം. ഇതേ ന്യായം വെച്ച് നമ്മളടുത്തും വരാറുണ്ട് ടീമുകൾ പറഞ്ഞു കൊടുക്കാൻ. നമ്മളടുത്ത് വന്ന് പറയാറുണ്ട്, പാസ്റ്ററെ പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പറഞ്ഞു തരാൻ. നമ്മൾ കണിയാനാണ്. ഞാൻ പറയും, കന്യാകുമാരി പോവുക, കൈനോട്ടക്കാരന്മാർ ഇരിപ്പുണ്ട്, 10 രൂപ കൊടുക്കുക, അമ്മമാർ പറഞ്ഞു തരും. നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, പറ്റിക്കൽ പരിപാടി. അപ്പം ജനം കരുതി വെച്ചിരിക്കുന്ന എന്താണ്? ഇവിടെ വന്നാൽ ഏതാണ്ട് നടക്കും. സ്തോത്രം. വൈകി പെട്ടെന്ന് വായിച്ചോ. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞ്
രണ്ടു പ്രാവശ്യം തിരിഞ്ഞു. പെട്ടെന്ന് നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ചിരിച്ചോട്ട് പറഞ്ഞാൽ പിശാച് എങ്ങനെ പോകും? ആദ്യം നീ ചിരി മാറ്റി വെള്ളം കുടിക്കുക അല്ലേ? അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ പിശാച് അവളിൽ ഇരുന്നു കൊണ്ട് യജമാനന്മാർക്ക് ലാഭം. കണ്ടോ? വായിക്കേ. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. ആ ഭൂതം അവളെ വിട്ടുപോയി. കണ്ടോ? ആ സീൻ ശ്രദ്ധിച്ചോണേ നിങ്ങൾ. വായിക്കേ. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയത് കണ്ടിട്ട്, ആ പെണ്ണിന്റെ ഭൂതം മാറിയത് കണ്ടിട്ട് സന്തോഷിക്കല്ല ചെയ്തത്. ഇവരുടെ ലാഭത്തിന്റെ ആശ പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോയി. അവന്മാർക്ക് എവിടം വരെ പിടിയുണ്ടെന്ന് നിങ്ങൾ നോക്കിയേ അല്ലേ? ഇപ്പൊ നമ്മുടെ പാസ്റ്റർമാര് ജനറൽ കൺവെൻഷന് പ്രസംഗിച്ചു തുടങ്ങി നമുക്ക് MLA വേണമെന്ന് അല്ലേ? അടുത്ത ഇലക്ഷനിൽ നമ്മൾ ഒപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കർത്താവ് വന്നില്ലെങ്കിൽ ഇതിന്റെ അപ്പുറവും നടക്കും ഇവിടെ. ശരിയല്ലേ? അതെ. കാരണം അതാ കർത്താവ് ചോദിച്ചത്, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസവും കണ്ടെത്തൂല, വിശ്വാസിയും കണ്ടെത്തൂല. കർത്താവ് ഇനിയെങ്കിലും വന്നില്ലെങ്കിൽ 5-6 പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പ്രൈസ് ദി ലോർഡ്. വായിക്കേ. അധിപതികളുടെ മുമ്പിൽ കൊണ്ടുവരും നിർത്തുകയാണ്. കണ്ടോ? വായിക്കേ. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി. ആ വാക്കുകൾ ശ്രദ്ധിക്കണേ. യഹൂദന്മാരായ ഈ മനുഷ്യർ. സംഭവം എന്താ പറ്റിയത്? അവന്മാര് കൊണ്ടു നടന്ന പെങ്കൊച്ചിന്റെ ഭൂതം മാറിയതാണ് പ്രശ്നം. യവന്മാർ അവിടെ കൊണ്ടെന്ന് പറഞ്ഞ ആക്ഷേപം കേട്ടോ. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായ നമുക്ക് കണ്ടോ? ജാതിയൊക്കെ പറഞ്ഞ് തകർക്കുന്നുണ്ടോ? റോമാക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത താല്പര്യമല്ലാത്തല്ല, ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? അവർ പറഞ്ഞ ആരോപണം കണ്ടോ? ഇതാണ് ദൈവമക്കൾ നേരെ ചൊവ്വേ നടന്നാൽ അവർക്കെതിരെ ഉണ്ടാകാൻ പോകുന്ന ആരോപണങ്ങൾ. ഇതൊക്കെ സഹിക്കാനുള്ള നെഞ്ചുറപ്പ് നമുക്കുണ്ടാവണം. ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെടാൻ ഇറങ്ങിത്തിരിക്കരുത്. രക്ഷിക്കപ്പെട്ടാൽ കുടുംബക്കാർ നമ്മളെ ഒറ്റപ്പെടുത്തും, ബന്ധുക്കൾ നമ്മളെ ഒറ്റപ്പെടുത്തും, ചാർച്ചക്കാർ നമ്മളെ ഒറ്റപ്പെടുത്തും. നമ്മൾ ഒറ്റപ്പെട്ടവരായി മാറും. കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കലേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോയതുപോലെ ഞാനും നിങ്ങളും ജീവിത അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഒറ്റപ്പെട്ടവനായി മാറുന്ന അവസരം വരും. അതനുഭവിക്കാനുള്ള നെഞ്ചുറപ്പ് നമുക്കുണ്ടാകണം. ആ ധൈര്യം, ആ ബലം നമുക്ക് നൽകുന്നത് സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോഴാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ മൂവ് ചെയ്യണം. സ്തോത്രം. That we need the power. നമുക്ക് ശക്തിയാണ് ആവശ്യം. From where we will get it? നമ്മൾക്ക് എവിടെ നിന്ന് കിട്ടും? കർത്താവിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. മറ്റാർക്കും നമ്മളെ ശക്തിപ്പെടുത്താനൊക്കില്ല. കൂട്ടു സഹോദരന്മാർക്ക് ശക്തിപ്പെടുത്താനൊക്കില്ല. കൂടെയുള്ള ആർക്കും നമ്മളെ ശക്തിപ്പെടുത്താനൊക്കില്ല. കാരണം അത് നമുക്ക് ഈ ലോകത്തിന്റെ യാത്രയ്ക്ക് ഓപ്പോസിറ്റ് ദിശയിൽ പോകേണ്ടുന്ന ശക്തിയാണ്. അത് സ്വർഗത്തിലെ ദൈവമാണ് നമ്മുടെ മേൽ പകരുന്നത്. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുകയാണ്. അപ്പൊ ഇവിടെ യേശുക്രിസ്തുവിനെ സാക്ഷിച്ചു എന്ന കാരണത്താൽ, ഇവളുടെ മേലുണ്ടായിരുന്ന പിശാചിനെ പുറത്താക്കി എന്ന കാരണത്താൽ അവർ ഒരുമിച്ച് ചേർന്ന് ഇവരെ രണ്ടുപേരെയും പിടിച്ചുകൊണ്ടെന്ന് അടിക്കുകയാണ്. ഓക്കെ, ചന്തസ്ഥലത്ത് കൊണ്ടു നിർത്തി ഇവരറിയാത്ത കുറ്റം ഇവരുടെ മേൽ ചാർജ് ചെയ്യുകയാണ്. കണ്ടോ? ഇവരറിയാത്ത കുറ്റം ഇവരുടെ മേൽ ചാർജ് ചെയ്യുകയാണ്. ഇനി കേട്ടോ, വായിക്കേ. പുരുഷാരവും അവരുടെ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു. കണ്ടോ? പുരുഷാരം മുഴുവൻ അവർക്ക് നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുറിഞ്ഞു. കോൽ കൊണ്ട് അവരെ അടിപ്പിക്കാൻ കൽപ്പിച്ചു. കോല് കൊണ്ട് അടിക്കാൻ. എത്ര പ്രശ്നമായി നോക്കിയേ. എന്താ കാര്യം? ഒരു പെങ്കൊച്ചിന്റെ ഭൂതം മാറ്റിയതിന്. സ്തോത്രം. അതാ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവന്, ക്രിസ്തുവിൽ നിൽക്കാത്തവന് ഈ പ്രതിസന്ധിയുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സ്തോത്രം. അവൻ ഇതിന്റെ മുമ്പിൽ തളർന്നു വീണു പോകും. അവനിത് വേണ്ടാന്ന് വെക്കും. പക്ഷെ പൗലോസ് അങ്ങനല്ല.
പ്രതിസന്ധികളുടെ നടുവിൽ, സകല കഷ്ടതകളുടെ നടുവിൽ, കോലുകൊണ്ട് അടി കൊടുക്കുന്നതിന്റെ നടുവിൽ, വസ്ത്രം മുഴുവൻ പറിച്ച് നഗ്നനാക്കുമ്പോഴും പൗലോസ് കർത്താവിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. കാരണം പൗലോസ് പറയാൻ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കുവാൻ ശക്തനാണ്. എല്ലാവരും മാറിപ്പോകുമ്പോഴും പൗലോസ് ബേജാറാകുന്നില്ല. പൗലോസിന് മേൽ പകരുന്ന അഭിഷേകം അത്ര വലിയ അഭിഷേകമാണ്. സ്തോത്രം. ഇനി താഴ്ത്തു വായിക്കേ. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗൃഹ പ്രമാണിയോട്, കണ്ടോ, വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി, വലിച്ചഴച്ച് ശരീരമൊക്കെ മുറിച്ച് തുണിയെല്ലാം പറിച്ചെടുത്ത് നഗ്നനാക്കി. നമ്മളാണെങ്കിൽ നിൽക്കുവോ? കർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞാലും നിൽക്കുവോ? എളുപ്പമല്ല. ആ പ്രതിസന്ധി ഫേസ് ചെയ്യുക എളുപ്പമല്ല. ആ കഷ്ടത സഹിക്കുക എളുപ്പമല്ല. ആ വഴിയിലൂടെ കടന്നു പോവുക എളുപ്പമല്ല. സ്തോത്രം. അതാ പൗലോസ് വെക്കുന്ന, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കുവാൻ ആർക്ക് കഴിയും? നഗ്നതയ്ക്കോ? കണ്ടോ, നഗ്നതയ്ക്കോ? ദൈവമക്കളെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മളെ കല്ലിയൂർ ജംഗ്ഷനിൽ അല്ലെങ്കിൽ കാക്കാമൂല ജംഗ്ഷനിൽ പിടിച്ചു നിർത്തി കർത്താവിന്റെ മക്കൾ എന്ന പേരിൽ വസ്ത്രം അഴിച്ചു മാറ്റിയാൽ സഹിക്കാനുള്ള ശേഷിയുണ്ടെന്ന് തോന്നുന്നുണ്ടെന്നോ? അത് എളുപ്പമല്ല. എന്നിട്ട് അടിച്ചാലോ, എന്നിട്ട് ടാറിലൂടി വലിച്ചാലോ? നമ്മൾ MLA വിളിക്കും, ഇല്ലേ? നമ്മൾ വിളിച്ചാൽ MLA വരും. കാരണം നമ്മുടെ കയ്യിലും കുറച്ച് ഓട്ടുണ്ട്. 52 നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ആംബിയർ പെന്തക്കോസ്തുകാർക്കുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഒരുത്തൻ പറഞ്ഞത്. കർത്താവ് കാഹളം ധ്വനിപ്പിച്ചാൽ പോവാനുള്ള എത്ര എണ്ണം ഉണ്ടെന്ന് ഇവന്മാർക്ക് അറിയത്തില്ല. ഇവിടെ നിയോജക മണ്ഡലം ജയിപ്പിക്കാൻ ഇവന്മാർ എണ്ണം ഉണ്ടെന്ന്. ഇവനൊക്കെയാണ് നമ്മളെ നയിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇവർ കള്ളയപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവർ. കാലം ചിലത് കഴിയുമ്പോൾ ഇതിന്റെ കഥ മുഴുവൻ മാറും. നമ്മൾ വിചാരിക്കുന്നതിൽ നിന്ന് ഇതൊക്കെ വ്യത്യസ്തമാകും. കർത്താവിനെ തള്ളിക്കളഞ്ഞ് നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകും. അത് അറിഞ്ഞിട്ട് തന്നെയാണ് കർത്താവ് ചോദിച്ചത്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഇല്ല. കർത്താവിൽ ആശ്രയിക്കുന്നവരുടെ എണ്ണം കുറയും, ലോകത്തിൽ ആശ്രയിക്കുന്നവരുടെ എണ്ണം കൂടും, രാഷ്ട്രീയത്തിൽ ആശ്രയിക്കുന്നവരുടെ എണ്ണം കൂടും, ജഡത്തിൽ ആശ്രയിക്കുന്നവരുടെ എണ്ണം കൂടും, കർത്താവിൽ ആശ്രയിക്കുന്നവരുടെ എണ്ണം കുറയും. മാന്യ സുഹൃത്തുക്കളെ, രാത്രിയിൽ കർത്താവിന്റെ വരവ് സംഭവിച്ചാൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന നമ്മളോടായി കർത്താവ് ചോദിക്കുകയാണ്, നമുക്ക് ആരിലാണ് ആശ്രയം? ആരിലാണ് ആശ്രയം? ചില ബൈബിളൊക്കെ വായിക്കുമായിരിക്കും, വീട്ടിൽ പ്രാർത്ഥനയൊക്കെ കാണുമായിരിക്കും. ആരിലാണ് ആശ്രയം? സ്തോത്രം. ഈ രാത്രിയിൽ നിങ്ങളത് ശാന്തമായി ഗ്രഹിക്കണം. ഇത് നമ്മുടെ മാത്രം ന്യായവിധിയാണ്, നമ്മുടെ മാത്രം അവസാനത്തെക്കുറിച്ചുള്ള ചർച്ചയാണിത്, മറ്റാരെക്കുറിച്ചുമുള്ളതല്ല. ഒരൊറ്റ മനുഷ്യൻ നമ്മളോടൊപ്പം ന്യായവിധിക്ക് അവിടെ വരില്ല, ആർക്കും വരാൻ പറ്റത്തില്ല. അപ്പിനാണ് പരിപാടി. ആരും നമുക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ പറ്റത്തില്ല. അവിടെ ചെന്ന് അറിഞ്ഞില്ലെന്നൊന്നും പറയാൻ ഒക്കത്തില്ല. എല്ലാം കർത്താവിൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. വളരെ വ്യക്തമാണ് സകലതും. നമ്മളിത് അറിഞ്ഞില്ലെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. കാര്യങ്ങൾ വളരെയധികം അറിഞ്ഞവരാണ് നമ്മൾ. ഏറ്റവും കൂടുതൽ ന്യായവിധി കിട്ടാൻ സാധ്യത നമ്മുടെ സ്വന്തം ഭാഷയിൽ വേദപുസ്തകം ലഭ്യമായ ജനമാണ് നമ്മൾ. വായിച്ച് മനസ്സിലാക്കാനുള്ള ശേഷിയൊക്കെ നമുക്കുണ്ട്. പക്ഷേ നമ്മൾ തിരക്കഭിനയിച്ച് നടക്കുകയാണ്. ഈ അഭിനയമൊക്കെ നിർത്തണം. ഈ തിരക്കഭിനയമൊക്കെ നിർത്തണം. തിരക്ക് കൊണ്ട് ഈ ലോകം മുഴുവൻ കൈക്കലാക്കാമെന്ന് നമ്മൾ വിചാരിക്കരുത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ പ്രയോജനമില്ലെന്ന് പറയുക. സർവ്വലോകവും നേടാൻ നമുക്ക് പറ്റത്തില്ല. നിങ്ങൾ എങ്ങനെ ഓടിയാലും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവിൽ ആശ്രയിക്കുന്നവന് സകലതും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് ധൈര്യപൂർവ്വം നിൽക്കാം. സ്തോത്രം. ധൈര്യപൂർവ്വം നിൽക്കാം. കർത്താവ് പറയാണ്, എന്നോട് ഇത് ചെയ്ത ലോകം നിങ്ങളോട് ഇത് ചെയ്യും. എന്നെ ഉപദ്രവിച്ച ലോകം നിങ്ങളെ ഉപദ്രവിക്കും. എന്നെ കൊന്ന ലോകം നിങ്ങളെ കൊല്ലും. പക്ഷെ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കിയാൽ നിങ്ങളെ ഞാൻ ചേർത്ത് അവിടേക്ക് കൊണ്ടുപോകും. ഇതാണ് ദൈവമക്കളാകുന്ന നമ്മുടെ പ്രത്യാശ. അതിൽ ആശ്രയിച്ചിരിക്കുക എന്ന് പറയുന്നത് കൊച്ചു കാര്യമല്ല. അതിൽ ആശ്രയിച്ചിരിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ വസ്ത്രപരുത്തൻ അഴിച്ചെടുത്താൽ MLA വിളിക്കുന്നതല്ലത്. അങ്ങനെ നിൽക്കാൻ കഴിയുന്നതാണ് ദൈവകൃപ. ഇത് ഭയങ്കര കട്ടിയാണ്. നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന പത്രോസിന്റെ സ്റ്റൈലാണ്. വളഞ്ഞു എന്ന് പറയുമ്പോൾ വാളെടുത്തിരിക്കും. ഒടുവിലത്തെ പത്രോസ് വളരെ ഡീസൻ്റ് ആണ്.
അതാണ് പത്രോസ് മാനസാന്തര അനുഭവത്തിലേക്ക് വന്നു. പുള്ളി മാനസാന്തരം പെട്ടെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം ചെയ്യും, എന്നാൽ എൻ്റെ ആടിനെ മേയ്ക്ക് എന്ന് പറഞ്ഞാൽ ആടിനെ മേയ്ക്കുമെങ്കിൽ അറിയാം ഇങ്ങനെ മാനസാന്തരപ്പെട്ടതാണ്. ഭയങ്കര പാടാണ് ആടിനെ മേയ്ക്കാൻ. സ്വതന്ത്രം ആട് പറയും പോലെ നടന്നാൽ ഒരു കുഴപ്പമില്ല, അല്ലാതെ ആടിനെ മേയ്ക്കാൻ പാടാണ്. ഞാനിപ്പോൾ 2 നാൾ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആട് പറയും പോലെ പോകണോ അതോ തിരിച്ചു പിടിക്കണോ? ഞാൻ 25 കൊല്ലം വെറും കൺവെൻഷൻ പ്രസംഗൻ മാത്രമായിരുന്നു. ഇപ്പോൾ എനിക്ക് 5-6 ആടുമുണ്ട്. ആട് ഭയങ്കര പാടാണ്. ഒരാട് ഒന്ന് പറയും, ആടിൻ്റെ ഭാര്യ ആട് വേറെ പറയും. ഇതിനെ രണ്ടിനെ ഒന്നാക്കാൻ തന്നെ വലിയ പാടാണ്. ഇതിനെ ഒന്നാക്കി വരുമ്പോൾ ഇതിൻ്റെ അമ്മ ഈ ആട് വേറെ പറയും. മനസ്സിലാകുന്നുണ്ടോ? ഇതിനെല്ലാം കൂടെ ഒന്നാക്കി നമ്മൾ എന്താവും എന്നാണ് അറിഞ്ഞൂടാത്തത്. സ്തോത്രം. അപ്പം ഞാനിപ്പോൾ പുതിയ ഇടയനായതുകൊണ്ട് ഞാനിതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് എവിടെ കൂടെ എടുത്തുകൊണ്ട് പോകണമെന്ന്. അങ്ങനെ അഴിച്ചങ്ങ് വിടാനും ഒക്കില്ല. സ്തോത്രം. ഭയങ്കര റിസ്ക്കാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കർത്താവ് ചുമ്മാ അല്ല പത്രോസിൻ്റെ അടുത്ത് പറഞ്ഞത് ആടിനെ മേയ്ക്കാൻ. ആടിനെ മേയ്ക്കുമെങ്കിൽ നീ ശരിയാവും. ഒരു കളിയും നടക്കൂല, ഒരു കളിയും നടക്കൂല. സ്തോത്രം. പറഞ്ഞ കേൾക്കാത്ത 4 ആടാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഇടയൻ ഉണ്ടോ തിരിക്കുന്നത്? കണ്ട, ഇത്രയും മഴ കർത്താവ് നമുക്ക് തന്നതാണ്. സ്തോത്രം. ഞാൻ എൻ്റെ വിശ്വാസികളടുത്ത് പറയാറുണ്ട്, നിങ്ങളെല്ലാവരും മരിക്കുന്നതിന് മുമ്പ് 6 മാസമെങ്കിലും ശുശ്രൂഷകരായിട്ടിരിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ വിശ്വാസികൾ എല്ലാവരും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ചാവുന്നതിന് മുമ്പ് എല്ലാവരും ഞാൻ 6 മാസം പാസ്റ്ററായിട്ട് ഇരുത്തും, ഇതിൻ്റെ നീറ്റിൽ എന്താണെന്ന് പഠിക്കാൻ. സ്വതന്ത്രം. ചുമ്മാ പാസ്റ്റർ നീറ്റിയാൽ മാത്രം പോരല്ലോ, ഇത് നീറണമല്ലോ, അല്ലേ? ആരാണ് അവിടെ ഉഷാറായിട്ട് വേളം വെക്കുന്നത്? അവരെ നമ്മൾ 6 മാസത്തേക്ക് ആക്കണം. സ്തോത്രം. ഞാൻ ഈ തിരിച്ചിരാണ്. ദൈവമക്കളെ, പൗലോസിനെ നേരെ കാരാഗ്രഹത്തിലാക്കി. വസ്ത്രമൊന്നുമില്ല, തറയിൽ വലിച്ചഴച്ച് ശരീരത്തിലെ തൊലിയെല്ലാം പോയി, അടിയും കൊടുത്ത് ആകെ പരുവക്കേടായി. മൂപ്പരെ അകത്ത് കൊണ്ടുപോയി പൂട്ടിയിടുകയാണ്. പെട്ടെന്ന് വായിച്ചു. അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. സൂക്ഷ്മത്തോടെ കാക്കാൻ എന്ന് പറഞ്ഞാൽ ഇവർ കുറ്റവാളികളത് ഓടിക്കളയുമെന്ന് ഒന്നും ചെയ്യത്തില്ല. ഇവർ കുറ്റവാളികൾ ഓടത്തൊന്നുമില്ല. അവിടെ മര്യാദയ്ക്ക് ഇടാന്ന് അവിടെ മര്യാദയ്ക്ക് ഇരിക്കും, അവരെ പോകത്തൊന്നുമില്ല. പക്ഷെ ഇവരെ സൂക്ഷ്മത്തോടെ കാക്കാൻ എക്സ്ട്രാ പട്ടാളത്തെ ഏർപ്പാട് ചെയ്തു. വൈകി അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി അർദ്ധരാത്രിക്ക്. കാലാമത്തിലിടുക എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പീസാണ്. കാലങ്ങോട്ട് കയറ്റി വെച്ചിട്ട് തുട കൊണ്ട് ഇങ്ങനെ ലോക്ക് ചെയ്യുക. തിരിയാനും ഒന്നും പറ്റത്തില്ല, ഭയങ്കര പാടാണ്. തിരിയാനും പറ്റത്തില്ല. 2 കാലിൽ ലോക്ക് ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കാലൊന്നും തടവാൻ പറ്റത്തില്ല, അടിയിലൊന്നും ചത കാണത്തില്ല, തൊലിയും കാണത്തില്ല, വലിച്ചഴച്ചതല്ലേ, അടിയും കിട്ടിയതല്ലേ, അതൊന്നും തടവാൻ പറ്റത്തില്ല, ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവരങ്ങനെ ഇരിക്കുകയാണ്. സ്തോത്രം. സാധാരണ വിശ്വാസികളാണെങ്കിൽ ആ പരുവത്തിനിരുന്ന് വായി വരുന്ന എല്ലാം വിളിച്ച് പറയും. മര്യാദയ്ക്ക് നമ്മൾ ജാതിയായിട്ടിരുന്നതാണ്, എന്ത് സുഖമായിരുന്നു അല്ലേ? സത്യമായിട്ടും പറയും. കൂടെ ഇരിക്കുന്നത് ശീലാസാണ്. പൗലോസിന്റെ കൂടെ ഇരിക്കുകയാണ് ഒരു ഉപദേശിയും കൂടെ, ശീലാസ്. നമ്മൾ മൂപ്പരെ കുറിച്ച് പറയാറില്ല, മൂപ്പരും പൗലോസിനെ പോലെ അതുപോലെ കഷ്ടം അനുഭവിച്ചതാ. സ്വതന്ത്രം. ഇനി കേക്ക് വൈകി അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. അവര് സ്ഥിരമായിട്ട് ചെയ്യും പോലെ അവർക്ക് ആമത്തിൽ കിടക്കുന്നോ വസ്ത്രം ഇല്ലേ, ഇതൊന്നും അവരെ വിഷയമല്ല. അവര് പാടി സ്തുതിച്ചു. കണ്ടോ എന്താ കാര്യം? അതാണ് അവര്
ആണ് അല്ലേ? സ്വതന്ത്രം വൈകി സമയമില്ല. പീഡകളാലും. രണ്ടാമത്തത് പീഡ. ഈ റോഡിൽ ഇതാ പണി. ചെല്ലു പറയുന്നത് യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ മുട്ടുവേദന മാറും. ചെന്ന് കയറി കൊടുക്കരുത് അല്ലേ? നിന്റെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടാൻ പോവാണ്. ഒരു ചുണ്ണാമ്പും കിട്ടൂല, ഉള്ളത് കൂടെ പോകാൻ പോവാണ്. അത്ര പിടിച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത്ര പിടിച്ചില്ല. ചിലർ ഇങ്ങനെ നോക്കുകയാണ്, മഴയത്ത് വന്നിരുന്നിട്ട് പോകുന്നു. എല്ലാം നഷ്ടപ്പെടും ദൈവമക്കളെ, സകലതും നഷ്ടപ്പെടും. അതാ തിരുവെടുത്ത് പറയുന്നത്. പിന്നെ നമ്മൾ ചിലതൊക്കെ അങ്ങ് പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നുണ്ടാ കയ്യിലിരിക്കുന്നത്. ഒറിജിനലായിട്ട് ദൈവമക്കളായ കയ്യിൽ നിന്ന് വിടേണ്ടി വരും. അതാ പൗലോസ് പറഞ്ഞത്, ഞാനെല്ലാം ദൂരെ കളഞ്ഞു. നമ്മളാണെങ്കിലോ ദൈവാത്മാവിനാൽ എല്ലാം പിടിച്ചിരിക്കുകയാണ്. നമ്മൾ സാക്ഷി പറയാൻ സമയം തന്നാൽ പറയും, ഇറങ്ങിയപ്പോൾ എൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കണ്ടമാനം എൻ്റെതായി. ഇതാണ് ദൈവം. നിങ്ങൾക്കും ആകാം കോടീശ്വരൻ അല്ലേ? ആ സാക്ഷിയൊക്കെ കേട്ടാൽ നിങ്ങളിപ്പോൾ കസേരയുടെ മേലെ കയറി നൃത്തം ചെയ്യും. അങ്ങനെ ഒരു ചർച്ചിലെ കസേരയിൽ നല്ല നൃത്തം ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. കസേരയൊക്കെ പറക്കുകയാണ്. എന്തൊരാത്മസാന്നിധ്യം കണ്ടില്ലേ? വരും ദിവസങ്ങളിൽ കിട്ടിക്കോളും. ബൈക്ക് സമയമില്ല. കൂത്തുകാഴ്ചയായി ഭവിച്ചും നിന്ന് പീഠ. കൂത്തുകാഴ്ച എന്ന് പറഞ്ഞാൽ നാട്ടുകാർ നമ്മളെ കൗതുക ദൃശ്യത്തോടെ നോക്കും. എന്ന് പറഞ്ഞാൽ പാവം എങ്ങനെ ഇരുന്ന മനുഷ്യനാണ്. രക്ഷിക്കപ്പെടാൻ ചെന്ന് കയറി കൊടുത്തു കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഇങ്ങനെ ആരെങ്കിലും പറയുമെന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെടുമോ? ഇല്ല. നമ്മൾ രക്ഷിക്കപ്പെടാന്ന് തീരുമാനിച്ചത് പ്രശ്നം മാറുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വെക്കുന്ന തുറുപ്പ് അതാണ്, യേശുവിനെ സ്വീകരിച്ചാൽ നിന്റെ പ്രയാസം മാറും. ഇതെവിടെ നിന്ന് പറഞ്ഞെന്ന് എനിക്കൊരു പിടിയില്ല. കഥ പറഞ്ഞ് എൻ്റെ പിന്നാലെ വരുന്ന എല്ലാം കളഞ്ഞിട്ട് വരാൻ, കാരണം ക്രൂശൂടെ എടുത്തോളാൻ. കണ്ടോ? അപ്പൊ നമുക്ക് എവിടെ നിന്നാണ് ഈ സാധനം കിട്ടിയത്? അനദർ ഗോസ്പൽ എവിടെ നിന്നാണ് കയറി തുടങ്ങിയത്? എനിക്കറിയില്ല. നമ്മളിപ്പോൾ അനദർ ഗോസ്പലിലാണ് ഇങ്ങനെ തുള്ളി നിൽക്കുന്നത്. അതാണ് നമ്മൾ വിളിച്ചു ചോദിക്കും, ആരാണ് ഇന്ന് പ്രസംഗിക്കാൻ വരുന്നത്? ടച്ച് ചെയ്യുമ്പോൾ വിടുതലുള്ള വല്ലതുണ്ടോ? എങ്കിൽ കുറെ ടച്ചിങ്സ് മാറ്റങ്ങളെങ്കിൽ വരും. എന്നിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ കുറേ അവന്മാർ ചവിട്ടി മറിച്ചിട്ടുണ്ടല്ലോ, എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? അവർക്ക് മീറ്റിംഗ് നടത്തിയത് കൊണ്ട് ലാഭം. സ്തോത്രം. വായിക്കും സമയമില്ല. ആ വക അനുഭവിക്കുന്നവർക്ക് അനുഭവിക്കുന്നവരുടെ കൂട്ടാളി. കണ്ടോ? ആരുടെ കൂട്ടാളി? ഈ മെനകേട് അനുഭവിക്കുന്നവരുടെ കൂട്ടാളി. വായിച്ചോ. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. കണ്ടാ, നമുക്കിവിടെ വല്ല കഷ്ടങ്ങളും ഉണ്ട്, നമുക്കൊരു കഷ്ടമില്ല. നമുക്ക് ആകെയുള്ള കഷ്ടം മുള്ളിപ്പുറക്ക് തിന്നതിന്റെ കഷ്ടമേ ഉള്ളൂ. ഡയബറ്റിക്, പ്രഷർ, പിന്നെ തൈറോയിഡ്, അങ്ങനെ പലതും. തിന്നേൻ്റെ അസുഖം അല്ലേ? രാവിലെ അഴിച്ച് നടക്കുന്നതൊക്കെ കാണണം. ഞാൻ കൈയൊക്കെ വീശി എന്തിനാണ്? ദേഷ്യത്തിൽ പോകാണ്ട് കൊഴുപ്പ് ഇറക്കാൻ പോവുക. കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം അല്ലേ? രക്ഷിക്കപ്പെട്ട എല്ലാവരും കഷ്ടപ്പാടല്ലാണ് പോയത്. നമുക്കൊരു കഷ്ടപ്പാടില്ല. രക്ഷിക്കപ്പെട്ടാലേ കഷ്ടപ്പാടുള്ളൂ, അല്ലാതെ കഷ്ടപ്പാട് ബൈക്ക്. തടവുകാരോട് നിങ്ങൾ തടവുകാരോട് സഹതാപം കാണിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ജയിലിൽ ഇട്ട് കൊടുത്തു. അവിടെ കിടന്ന തടവുകാർ ചവിട്ട് തന്നപ്പം തടവുകാരോട് പാവം പോട്ടെ, കാല് നൊന്തോ. നമ്മളാണെങ്കിൽ അവിടെ ചെന്നത് എന്തോ പറയടേ, നീ മോഷ്ടിച്ചിട്ടാ വന്ന് കിടക്കുന്നത്, ഞാൻ യേശുവിന്റെ സാക്ഷിയായതുകൊണ്ട് കിടക്കുകയാണ്, ചവിട്ടരുത്, നിന്റെ കാലിൽ ദീനം വരും. അവനെ ശപിച്ച് അവന്റെ ഊപ്പാട് വരുത്തും നമ്മൾ ഇല്ലേ? നിങ്ങൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്നെ തൊട്ടാൽ കർത്താവിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു. ഇവൻ ആരാണ്? അവൻ എന്തെങ്കിലും നന്മ ഉണ്ടാവണമെങ്കിൽ ഇവന് വല്ല 2 എണ്ണം കൊടുക്കണം. ശരിയല്ലേ? ആരും വിഷമമൊന്നും വിചാരിക്കരുത്. ദൈവമക്കളെ, നമ്മൾ ഈ ഉടായ്പ പരിപാടികളിൽ കൂടെ രക്ഷപ്പെട്ടു പോകാൻ നോക്കരുത്. സ്തോത്രം. എവിടെയെങ്കിലും കിടക്കുന്ന വാക്കി എടുത്തോണ്ട് നമ്മളതാണെന്നും പറഞ്ഞ് വെച്ചടിച്ചു കളയരുത്. സ്തോത്രം. പെട്ടെന്ന് വായിക്കും, സമയമില്ല. സ്വർഗത്തിൽ നിലനിൽക്കുന്ന, കണ്ടോ? സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഉള്ളത് പറയുന്നില്ല. ഒരു സാധനം ഇവിടെ ഉള്ളത് പറയുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ എല്ലാം അപഹരിക്കപ്പെടുകയാണ്. ഇവിടെ നിങ്ങൾ ഉപദ്രവിക്കപ്പെടുകയാണ്. ഇവിടെ നിങ്ങൾ ഒറ്റപ്പെടുകയാണ്. ഇവിടെ നിങ്ങളിൽ ലജ്ജിക്കപ്പെടുകയാണ്. പക്ഷെ സ്വർഗത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഒരു പ്രതിഫലമുള്ളത് കൊണ്ട് വൈകി സമ്പത്തുക്കളുടെ അപഹാരം പലരും അപഹരിച്ചോണ്ട് പോയെന്ന് സമ്പത്ത് സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. ഇത് വരാൻ പോവാണ്. FCR എന്ന് പറഞ്ഞൊരു ഏടാകൂടം വരാൻ പോവാണ്. പള്ളികളടക്കം ഇവർ പിടിച്ചെടുക്കും. ഇവർ ചിരിച്ചോണ്ട് നിൽക്കും പോലെ ഒന്നുമല്ല, ഇതിന്റെ കളറങ്ങ് മാറും, ഇതിന്റെ സ്വഭാവം അങ്ങ് മാറും. പീലാത്തോസ് യേശുവിനെ വിളിച്ചിട്ട് ചോദിച്ചോ, ഇതിനെ എനിക്ക് ഫ്രീ ആയിട്ട് വിടാൻ പറ്റും, നീ പറ.
അപ്പൊ കർത്താവ് പറഞ്ഞു ഒന്നും നടക്കൂല, മേളിൽ നിന്ന് അനുവാദം കിട്ടിയാലേ നടക്കുള്ളൂ. കാരണം എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് ക്രൂശിക്കപ്പെടാൻ, പിന്നാണ് നീ എന്നെ പറഞ്ഞു വിടാൻ പോകുന്നത്, പോടാ. അതുവരെ കർത്താവ് ഒന്നും മിണ്ടിയില്ല. അതാ ഇപ്പൊ ഇവിടുത്തെ ഗവൺമെന്റ്സ് ഒക്കെ പറയുന്നത് എന്തുവാ? അമിത്ഷാ പറയുന്നു, പിന്നെ നരേന്ദ്രമോദി പറയുന്നു ഞങ്ങളിവിടെ ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട, അല്ലേ? PC ജോർജ് മോനും പറയുന്നത് നമ്മളുണ്ട്. നെയ്മാർ ഇനിയിപ്പം 40 ദിവസം കഴിയുമ്പോൾ ഏത് പാർട്ടിയിലെന്ന് ആർക്കറിയാം? പാർട്ടിക്കാരെല്ലാവരും പറയാണ് ഞങ്ങൾ കൂടെ ഉണ്ടെന്ന്. എന്തോത്തിന് കൂടെ ഉണ്ടെന്ന്? കർത്താവ് പറഞ്ഞെന്തുവാ? ഇവർക്ക് അടി കൊടുക്കാനാ. അപ്പോഴിവർ നമ്മളെ സൂക്ഷിച്ചോളാന്ന് പറഞ്ഞാൽ ഏത് കണക്കിനാണ്? സമ്പത്തുക്കളുടെ അപഹാരം, സന്തോഷത്തോടെ സഹിക്കേണ്ട അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. നമ്മുടെ സ്വത്തുക്കൾ ഗവൺമെന്റ് പിടിച്ചെടുക്കുന്ന ദിവസങ്ങൾ വരും. രക്ഷിക്കപ്പെട്ടു എന്ന കാരണത്താൽ നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കുന്നതിന് കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന് അവർക്കും അറിഞ്ഞൂടാ, നമുക്കും അറിഞ്ഞൂടാ. ബുക്കും പേപ്പറിലും നമ്മൾ രക്ഷിക്കപ്പെട്ടതേ അല്ല, തലമുറയായി നമ്മൾ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്. ഈ ഉടായ്പ വെച്ചോണ്ടാണ് നമ്മൾ ധൈര്യപൂർവ്വം ഇരിക്കുന്നത്. കാഹളം ധരിക്കുമ്പോൾ പൊങ്ങുമെന്നാ വിചാരം. അങ്ങനെയൊന്നും പൊങ്ങുകയല്ല. നിങ്ങൾ അങ്ങനെ പ്രയാസപ്പെടണ്ട, അങ്ങനെ യാതൊരു ടെൻഷനും വേണ്ട. പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആദ്യമേ കുറ്റി പറിക്കണം. നമ്മുടെ സമ്പത്തുകൾ ഗവൺമെന്റ് എടുക്കും. നമ്മുടെ അർഹതപ്പെട്ടത് തരില്ല. ഇപ്പൊ നമ്മുടെ അർഹതപ്പെട്ടത് തരത്തില്ലല്ലോ, അല്ലേ? ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് കാസ്റ്റ്സ്. ഹിന്ദു ആണെങ്കിൽ അവർക്കിതുണ്ട്, ക്രിസ്ത്യൻ ആയാലില്ല, പെന്തക്കോസ് ആയാൽ ഒട്ടുമില്ല. എന്താ കാര്യം? അവർക്ക് കിട്ടാനുള്ള പ്രതിഫലം അവരെടുക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോകില്ല. നമ്മൾ ഒളിച്ചു പോയി സ്നാനപ്പെട്ടില്ലെന്ന് ബുക്കിലും പേപ്പറിലും. സ്വർഗത്തിൽ ചെന്ന് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ബുക്കും പേപ്പറും കൊണ്ട് കാണിച്ചു കൊടുക്കും പിശാച്. അപ്പോഴാണ് നിങ്ങൾ ഞെട്ടിപ്പോണം. അയ്യോ, പെട്ടിയുടെ അടിയിലിട്ടിരുന്ന പേപ്പറാണ്, പെട്ടിയുടെ ഏറ്റവും അടിയിലിട്ടിരുന്ന പേപ്പറാണ് പിശാച് അവിടെ കൊണ്ടുവച്ചിട്ട് കളർ പ്രിന്റ്. എൻ്റെ പൊന്ന ദൈവമക്കളെ, പറ്റിപ്പോരുത്, നമ്മൾ പറ്റിപ്പോരുത്. നമ്മൾ മാനസാന്തരപ്പെടണം. ഒറിജിനലായിട്ട് മാനസാന്തരപ്പെട്ടവരും പോരാ, ബുക്കിലും പേപ്പറിലും മാനസാന്തരപ്പെടണം, മൊത്തത്തിൽ മാനസാന്തരപ്പെടണം. നാട്ടുകാർ തിരിച്ചറിയട്ടെ. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർക്ക് റേഷൻ തരത്തില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കണം. രക്ഷിക്കപ്പെട്ടവരുടെ വസ്ത്രം അവർ പറിച്ചെടുക്കുമെന്ന് വെച്ചാൽ ഓക്കെ എന്ന് വെക്കണം. അതാ ഇവിടെ പറഞ്ഞത്, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. വൈകി അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് ദൈവ ഇഷ്ടം എന്തുവാ? നമ്മുടെ വേർപാട്, ഈ ലോകത്തിന് വേർപെടണം. അതാ ദൈവത്തിന്റെ ഇഷ്ടം. ഉണ്ടോ? നമുക്കിഷ്ടമുണ്ടോ? നമുക്ക് അങ്ങനെ വലിയ ഇഷ്ടമില്ല. ലോകത്ത് രണ്ടുകൂടെ കിട്ടുമോ എന്ന് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാക്കാമലത്തെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നടക്കുമെങ്കിൽ കാക്കാമലത്തെ പള്ളി പോവും, പെരിങ്ങമല പോകണമെങ്കിൽ പെരിങ്ങമല പോവും, തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ തിരുവനന്തപുരത്ത് പോവും. കാര്യം നടക്കണം. അല്ലേ? രാവിലെ 6 മണിക്കൊക്കെയാണ് എഴുതി ബസ് കയറി പോകുന്നത്. എവിടെ പോവാണ്? വല്ലതും കിട്ടാൻ വേണ്ടി അങ്ങ് പോവാണ്. സ്തോത്രം. അതാണ് പാട്ടുകാരൻ പാടി, ഇതുപോലൊരു ജാതി ഉണ്ടോ എന്ന് പറഞ്ഞാൽ തെക്കും വടക്ക് പറഞ്ഞുവിടാത്തത്. സ്തോത്രം. വായിച്ചുവിട്ടോ, സമയമില്ല. വാഗ്ദത്തം പ്രാപിപ്പാൻ ദൈവ ഇഷ്ടം ചെയ്ത് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് വേർപെട്ട് വാഗ്ദത്തം പ്രാപിപ്പാൻ, സ്വർഗരാജ്യത്തിലെത്താൻ. വാഗ്ദത്തം എന്താ? കർത്താവ് പറഞ്ഞിരിക്കാൻ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ വന്ന് നിങ്ങളെ കൊണ്ടുപോകാം. അതായത് നമ്മുടെ വാഗ്ദത്തം. അല്ലാതെ ഇവിടെ മുട്ടുവേദന മാറ്റിത്തരാം വാഗ്ദത്തം ഉണ്ടോ? ഇല്ല. സ്തോത്രം. കാറ് തരാം, വീട് തരാം, പിന്നെ ഇവിടെ ഭൗതികമായ ഒരു വാഗ്ദത്തം കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് ആകെ പറഞ്ഞു തിന്നാൻ തരാം, കുടിക്കാൻ തരാം, ഉടുക്കാൻ തരാം. വാസ്തവത്തിൽ പൗലോസിന് ഇത് മൂന്നും കിട്ടിയില്ല. തിന്നാനും കിട്ടിയില്ല, കുടുക്കാനും കിട്ടിയില്ല, തുണിയും കിട്ടിയില്ല. നമ്മളായിരുന്നെങ്കിൽ ക്ലെയിം ചെയ്തേനെ, കർത്താവ് ഇത് മൂന്നും തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എവിടെ? പൗലോസ് പറഞ്ഞു, ഇതൊന്നും വേണ്ട, ഇതൊന്നും ഇല്ലെങ്കിലും ഇതിനൊന്നിനും എന്നെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയത്തില്ല. നമ്മൾ എവിടെന്നെങ്കിലും ഉടായ്പ ബാക്കി എടുത്തുകൊണ്ട് വരും. അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവാണ്, ഇതെനിക്കും കിട്ടും. അബ്രഹാം പെട്ട പാട് പിന്നീട് ഞാൻ അവിടേക്ക് വരുന്നില്ല. അബ്രഹാം കാണിച്ച മെനക്കേടാണ് ഈ കംപ്ലീറ്റ് എണ്ണം കിടന്ന് അവിടെ കിടന്ന് അടിക്കുന്നത്, നമ്മുടെ ഗ്യാസിന്റെ വില കൂടിയത് അല്ലേ? ആ അനുഗ്രഹം ഇനിയും നിങ്ങൾക്ക് എന്തിനാണ്? സ്തോത്രം. നമുക്ക് തിരിച്ചു വരാം. ബൈക്ക് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. സഹിഷ്ണുത ആവശ്യം. സഹിഷ്ണുത ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു നോക്കണം. ഇവിടെ നമുക്ക് എവിടെ സഹിഷ്ണുത ഇരിക്കുന്നു? അടിക്കാമെന്നുള്ള ഗതി ആലോചിക്കുക, നമ്മുടെ കാര്യം നിങ്ങൾ ആലോചിക്കുക. നടക്കുമല്ലോ? ഒന്നും നടക്കുകയല്ല.
ആരെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞാൽ പോലും നമ്മൾ 4 തിരിച്ചെന്ന് പറഞ്ഞിട്ടേ പോവുള്ളൂ, എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ അല്ലേ. എന്നിട്ടാണ് നമ്മൾ ദൈവമക്കളെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്, മിണ്ടോതിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന സൈസ് ഒന്നുമല്ല നമ്മളെന്ന് നമുക്കും അറിയാം, പിശാചിനും അറിയാം. നമ്മുടെ ചുറ്റുപാടുള്ളടുത്ത് ചോദിച്ചു നോക്കിയാലും പറഞ്ഞു തരും. സ്തോത്രം. സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഈ ഒരു സാധനം മാത്രം ആവശ്യം എന്ന് പറഞ്ഞാൽ അതുള്ളവരൊന്ന് കൈ ഉയർത്തി നോക്കിയേ. കണ്ട, സഹിച്ച് കൈവെക്കാൻ പോലും ഒരാൾ തയ്യാറല്ല. ഞാൻ പറയാൻ മനസ്സിലാണ്ട, ഇതാണ് എൻ്റെ പ്രത്യേകത. നമ്മൾ ഏതുവരെ സഹിക്കും? സ്തോത്രം. ക്രിസ്തു സഹിച്ച് കാണിച്ചെന്നതാ, ക്രൂശിൽ കാണിച്ചത്, ക്രൂശിൽ മരിച്ച് കാണിച്ചെന്നതാ. എന്നിട്ട് പറഞ്ഞ ഈ വഴിയെ കയറി വരാനാ പറഞ്ഞേ. നമ്മൾ ഏത് വഴിയാ പോകുന്നത്? നമ്മൾ അതിലെ കൂടെ കാനായിലെ കല്യാണ വീട് വഴിയാണ് നമ്മൾ പോണത്. അതിലെ ഇങ്ങ് വാ, വഴി വേറെ. ഇതിലേ കയറി വന്ന് ക്രിസ്തുവിന്റെ ക്രൂശിൽ കയറണം. അതാ കർത്താവ് പറഞ്ഞു, എല്ലാം വിട്ടച്ചിറങ്ങി വാ, ഇതിൽ കയറ്. അമ്മ, അപ്പൻ, ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ ഇതെല്ലാം വിട്ടിട്ട് അതിലേക്ക് ക്രൂശിൽ കയറുമ്പോൾ എല്ലാം കൂടെ താഴെ വന്നിരുന്ന് കരയും. കരയുമ്പോൾ നിങ്ങൾ ഇനി ഇറങ്ങും. ആണി അടിക്കുന്നതിനേക്കാൾ വേദന ഇത് നിങ്ങളുടെ കരച്ചിലായിരിക്കും. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ എല്ലാം വിട്ടേച്ച് ക്രൂശ് എടുത്തോണ്ട് വാ, കയറിക്കൊള്ളാൻ. സ്തോത്രം. ഇന്നുവരെയുള്ള പ്രസംഗത്തിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കും ഇഷ്ടമില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതാണ് ഇതിന്റെ കഥ. സ്തോത്രം. കാരാഗ്രഹത്തിലായി. വൈകി ഇതിനെ വൈകി. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എത്ര ഭംഗിയായിട്ട് പറയുന്നുണ്ട്, താമസിക്കുകയുമില്ല. വായിക്കേ. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതാണ് സാധനം. വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശുവിൽ ആശ്രയിച്ച് ജീവിക്കും. എന്റെ നീതിമാൻ യേശുവിൽ ആശ്രയിച്ച് ജീവിക്കും. ഇവിടെ അമേരിക്കയിലേക്ക് പോകണം. നമുക്ക് ആശ്രയിക്കാൻ പറ്റുമെന്നുള്ളത് ഫ്ലൈറ്റാണ്, വിമാനമാണ്. നമ്മൾ അതിൽ കയറിയിരിക്കുക, സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുക, കുറച്ചു നേരം സീറ്റ് ബെൽറ്റ് ഒക്കെ അഴിച്ച് വെച്ച് റിലീസ് ചെയ്തിരിക്കാം, എങ്കിലും സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുക. അത്യാവശ്യം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാന്നല്ലാതെ ഇതിന്റെ അകത്തേ പോകാനൊക്കെ ഉള്ളൂ, വെളി ചാടാൻ പോല അല്ലേ. കുറേ മണിക്കൂർ നമ്മൾ ഇരുന്ന് ഊപ്പാട് വരും. ഇതൊന്നും അവിടെ വിഷയമല്ല. ഇതിന്റെ അകത്ത് മാത്രമേ കറങ്ങാൻ പറ്റുള്ളൂ. അത്യാവശ്യം ഫുഡ് കഴിക്കാൻ പോവാം, ടോയ്ലറ്റിൽ പോവാം, അത്യാവശ്യം കറക്കാം. ഇതിന്റെ അകത്ത് മാത്രമേ കറങ്ങാൻ ഒക്കത്തുള്ളൂ, വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ഈ ഫ്ലൈറ്റിൽ തന്നെ സഹിച്ചിരുന്നോണം അവിടെ എത്തുന്നവരെ. ഇതുപോലെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ക്രിസ്തുവിൽ തന്നെ സഹിച്ചിരുന്നോണം നമ്മുടെ കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്നത് വരെ. ഈസ് ഇറ്റ് പോസിബിൾ? ഇത് സാധ്യമാണോ? അസാധ്യമാണെങ്കിൽ സ്വർഗത്തിൽ പോക്കൽ അസാധ്യമാണ്. കഥ മനസ്സിലേക്ക് കാണുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇനി കേട്ടോളൂ, വായിക്ക്. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവരിൽ പ്രസാദമില്ല. പിന്മാറുന്നെങ്കിൽ പ്രസാദമില്ല. വായിക്ക്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നിന്ന് ഇറങ്ങുന്നവരുടെ കൂട്ടത്തിലല്ല. നിങ്ങൾ ഓർത്തു നോക്കിയേ. വിമാനത്തിൽ നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് അമേരിക്കയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഫുഡ് അകത്ത് കിട്ടുന്നു, ടോയ്ലറ്റ് സൗകര്യം ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നു വെളിയിൽ ഇറങ്ങി തിരി കാറ്റ് കൊള്ളണം അല്ലേ. അങ്ങനെ നിങ്ങൾ പതിയെ ഡോറ് തുറന്ന് എന്റെ ചിറകിലേക്ക് ഇറങ്ങാന്ന് വെച്ചാൽ എന്താകും സംഭവം? അതാണ് എന്റെ സംഭവം. പിന്മാറുന്നു എങ്കിൽ കർത്താവിന് അവന്റെ മേൽ പ്രസാദമില്ല. സ്തോത്രം. അടുത്ത വായിക്ക്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. അപ്പൊ ഡോറ് തുറന്ന് നേരെ ചിറകിന്റെ മണ്ടേ കയറിയാൽ നാശത്തിലോട്ട് പോകും. പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. വിശ്വസിച്ച് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് തന്നെ ഇരിക്കുന്ന, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന, ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. അടുത്തു പറയുകയാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് എനിക്കറിയാം, ഞാൻ ആരിൽ ഉറച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. സ്തോത്രം. കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം. ഈ ഫ്ലൈറ്റ് എവിടെ ചെന്ന് നിൽക്കാൻ പോകുന്നെന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഞാൻ ഇരിക്കുന്ന വാഹനത്തെക്കുറിച്ച് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പോയി ഇറങ്ങാൻ പോകുന്ന ലാൻഡിനെ കുറിച്ച് എനിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ലക്ഷണമില്ല. അവിടെയാണ് പൗലോസ് പറയുന്നത്, കൂടാരമാകുന്ന എന്റെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ. അപ്പൊ എത്ര റിസ്ക് എടുക്കണോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര കഷ്ടത സഹിക്കണോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. രോഗം മാറാനല്ല പൗലോസ് റിസ്ക് എടുക്കുന്നത്, ഈ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന് നിത്യമായി അവിടേക്ക് എത്താൻ അയാളുടെ അകത്ത് തീ കത്തുകയാണ്. ഈ തീ കത്തലാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്.
കൂടാരമാകുന്ന എന്റെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം എനിക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ചുമ്മാതറിവല്ല, വിത്ത് കോൺഫിഡൻസ്. സ്തോത്രം. അയാൾ പറയാണ്, ഐ ഹാവ് പെർസീവ്ഡ് വിത്ത് മൈ സെൻസസ്. ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിച്ചിരിക്കുന്നു എനിക്ക് സ്വർഗത്തിൽ ഒരു ആലയമുണ്ട്, ഞാൻ അവിടേക്ക് പോകാൻ പോകുക. ആകയാൽ ഞാൻ ഇതിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശരീരം വിട്ട് പുറത്തു വരാൻ അതുകൊണ്ടോ ഈ ശരീരത്തിൽ നിന്ന് പുറത്തു വരാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുത്തന്റെ കാർ ഒരുത്തൻ എടുത്തോണ്ട് പോയാൽ അവന് ടെൻഷൻ ഇല്ല, വസ്തു ഒരുത്തൻ എടുത്തോണ്ട് പോയാൽ അവന് ടെൻഷൻ ഇല്ല, അവന്റെ എന്ത് സാധനം എടുത്തോണ്ട് പോയാലും അവന് ടെൻഷൻ ഇല്ല, ശരീരം തന്നെ എടുത്തോണ്ട് പോയാലും ടെൻഷൻ ഇല്ല. കാരണം അവൻ റിസ്ക് എടുക്കുന്നത് ശരീരത്തിൽ നിന്ന് പുറത്തു വരാനാണ്. പക്ഷെ നമ്മൾ കർത്താവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചത് ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങാനല്ല, ചിരി വല്ലൊക്കെ ഒപ്പിക്കാനാണ്. ഇതാണ് കഥയുടെ വ്യത്യാസം. ദോശ മറിച്ചിടുന്ന വ്യത്യാസമാണ്. പൗലോസും ശിഷ്യന്മാരും ഒക്കെ പോയത് വേറെ വഴിക്കാണ്, നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് വേറെ വഴിക്കാണ്. നമ്മൾ ഈ ക്രിസ്തുവിനെ വെച്ച് വല്ലതും ഒപ്പിക്കാമോ എന്ന് വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്നു. പൗലോസ് ക്രിസ്തുവിനെ കണ്ടത് നിമിത്തം എല്ലാം കളഞ്ഞു വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്നു. രണ്ട് ദിശ കിട്ടിയോ നിങ്ങൾക്ക്? അല്ലേ? നമ്മൾ പിള്ളേരെ ഇപ്പോൾ പിടിച്ചോണ്ട് പ്രാർത്ഥിക്കാനിരുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മര്യാദയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാലേ ഈ വർഷം ജയിക്കുള്ളൂ, ഇല്ലെങ്കിൽ തോറ്റവും. പാവം പിള്ളേർ വന്നിരിക്കും, പഠിച്ചില്ലെങ്കിൽ തോറ്റു. ശരിയല്ലേ? പിള്ളേരെ പേടിപ്പിച്ചാണ് യേശുവിനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ആൾക്കാർ. കർത്താവ് ഇങ്ങനെയാണ്, കർത്താവ് അങ്ങനെയാണ്, കൊന്നുകളയും, തീയിലിട്ട് കളയും. ഇങ്ങനെയൊന്നും കർത്താവ് ചെയ്യത്തില്ല. ഇതൊക്കെ നിങ്ങൾ ചുമ്മാ പിള്ളേരെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. അതാണ് പിള്ളേർ 5 ദിവസം കഴിയുമ്പോൾ ചോദിക്കുന്നത്, എന്താണ് ഈ സാധനം? നിങ്ങളിൽ പറയുന്ന സാധനമില്ല, പിന്നെ അവൻ ചർച്ചിൽ വരത്തില്ല. അതുകൊണ്ട് ഒറിജിനൽ സാധനം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അറിയത്തില്ലെങ്കിൽ പിള്ളേരെ പറഞ്ഞ് പേടിപ്പിക്കരുത്. സ്തോത്രം. കൃത്യമായ കാര്യം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇവിടെ കണ്ടോ, വിശ്വാസം, കർത്താവിലെ ആശ്രയം. കാരാഗ്രഹത്തിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ ഭൂകമ്പമുണ്ടായി, അവർ ഇരുന്നിരുന്ന സ്ഥലം ഇളകി. താഴോട്ട് വായിക്ക്. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്നു. കാരാഗൃഹ പ്രമാണി കണ്ടുറന്ന് നോക്കിയപ്പോ കാരാഗൃഹം എല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. അയാൾ വരണ്ടുപോയി. സൂത്രം. പാവം കാരാഗൃഹ പ്രമാണിയുടെ ആവശ്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും പുള്ളിക്ക് ഡ്യൂട്ടി ഇട്ട് കൊടുത്ത് രാത്രി അമ്മമാരെ നോക്കാൻ വേണ്ടി. ഇവരെ നോക്കേണ്ട ആവശ്യമില്ല, ഇവർ പാട്ടും പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങേരിരുന്ന് ഉറങ്ങിപ്പോയി. അങ്ങേര് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കെട്ടിടം എല്ലാം തറയിൽ കിടക്കാണ്, ഒരുത്തനെയും കാണാനില്ല. അങ്ങേര് വരണ്ടുപോയി. സ്വത്രം വൈകി. ചങ്ങലക്കാർ ഓടിപ്പോയിക്കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെ താൻ കൊല്ലുവാൻ ഭാവിച്ചു. ചുറ്റുപാട് മുഴുവൻ നോക്കിയപ്പോൾ എല്ലാം അയാൾക്ക് വിരോധമാണ്. അയാൾക്ക് കേസുണ്ടാകാൻ സാധ്യതയുണ്ട്, അയാൾ ജയിലിനകത്താവാൻ സാധ്യതയുണ്ട്, അയാളുടെ എല്ലാ സംവിധാനങ്ങളും തകരാൻ സാധ്യതയുണ്ട്. അതിനേക്കാൾ ചാകുന്നതാണ് നല്ലതെന്ന് മുൻകണ്ടിട്ട് കാരാഗ്രഹ പ്രമാണി വാളൂരി ആത്മഹത്യക്ക് തയ്യാറായി നിൽക്കുകയാണ്. കണ്ടോ, ആത്മഹത്യക്കൊരുങ്ങുന്ന ഒരു ജയിലർ. സ്തോത്രം. ഇനി വായിച്ചു നോക്ക്. അപ്പോൾ പൗലോസ് നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്. പൗലോസ് അലറി വിളിച്ചോണ്ട് പറയാ, അയ്യോ നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്. ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾ എങ്ങും പോയിട്ടില്ല, ഞങ്ങൾ ദൈവമക്കളാണ്, ഞങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളായിരുന്നെങ്കിൽ എന്താ പറഞ്ഞേ? നമ്മളായിരുന്നെ അപ്പൊ വീട്ടിൽ എത്തിയനെ അല്ലേ? സ്തോത്രം. വൈകി. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ഇയാൾ വരണ്ടുപോയി. ഇയാൾ പറഞ്ഞു, വെളിച്ചം കിട്ടാൻ വശമുണ്ടോ? ആരാണ്? ജയിലർ ജയിൽ പുള്ളിയോട് ചോദിക്കുകയാണ്, വെളിച്ചം കിട്ടാൻ വശമുണ്ടോ എന്ന്. കണ്ടോ, ഇതിനു വേണ്ടിയാ പൗലോസിനെ പരിശുദ്ധാത്മാവ് പല സ്ഥലത്തുനിന്ന് മാസിയിൽ പ്രസംഗിക്കട്ടെ, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോകണം. വേറൊരിടത്ത് പറഞ്ഞു, ഇവിടെ പ്രസംഗിക്കട്ടെ, പെട്ടെന്ന് വാ, ഇങ്ങോട്ട് പോകണം. കണ്ടോ, പൗലോസിനെ ഇങ്ങനെ തട്ടി കൊണ്ടുവന്നത് റോഡിലിട്ട് അടിയും കൊടുത്ത് ജയിലിലാക്കാനാ. ജയിലിലാക്കി അവിടെ ഇട്ട് കൊന്നുകളയാനല്ല, ജയിലർക്കും കുടുംബത്തിനെയും രക്ഷയിലേക്ക് നടത്താൻ വേണ്ടി കർത്താവ് പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോവുക. നമ്മളെ കാരാഗ്രഹത്തിൽ കൊണ്ടുപോയിട്ട് ഒരാളെ വിടുവിക്കണമെന്ന് കർത്താവ് പ്രതീക്ഷിച്ചാൽ ആയുസിൽ നടക്കൂല. കാരണം നമ്മളങ്ങനെ പോവില്ല. ജോസഫിനെ കാരാഗ്രഹത്തിലാക്കിയിട്ട് ഫറവോന്റെ കൊട്ടാരത്തിൽ എത്തിക്കാൻ പറ്റി, നമ്മളെ ആക്കിയിട്ട് എത്തിക്കാന്ന് വിചാരിക്കേ വേണ്ട. നമ്മളാണെങ്കിൽ എവിടെ നിൽക്കുമെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ തന്നെ. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? മാന്യ സുഹൃത്തുക്കളെ, കർത്താവ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് വിശ്വസ്തന്മാരെയാണ്. നമ്മളൊക്കെ വിശ്വസ്തന്മാരാണോ എന്ന് എനിക്കറിയില്ല, അസ്വസ്ഥന്മാരാണ്.
ഉദ്ദേശിച്ചതൊന്നും കിട്ടാത്തതിൻ്റെ അസ്വസ്ഥത നമുക്കിങ്ങനെയുണ്ട്. സ്തോത്രം. കൂടുതൽ പേര് ഉറങ്ങിത്തുടങ്ങിയെന്ന് തോന്നുന്നു. എങ്കിൽ നമുക്കങ്ങ് അവസാനിപ്പിക്കാൻ തോന്നുന്നല്ലേ? ചിലരിങ്ങനെ 9 മണിയാകുമ്പോൾ ഉറങ്ങും. ഓക്കെ, നേരെ കഴിയാതെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം റോഡൊക്കെ ഒന്ന് ഉണങ്ങട്ടെ, മഴ പെയ്ത് വഴുതി കിടക്കുകയാണ് അല്ലേ? വഴുതി വീഴാതിരിക്കാൻ വേണ്ടി അല്പം ഒന്ന് ശാന്തമായിട്ടിരിക്കും. ഇപ്പോൾ അവസാനിപ്പിക്കാം. സ്തോത്രം. ഇത്രയുമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ബാക്ക്ഗ്രൗണ്ട്. എന്ത് ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മളെ മൂപ്പരുടെ കാര്യം. ഇനിയാണ് പ്രസംഗം. ഇപ്പം തീർക്കാം. സ്തോത്രം. ദൈവമക്കളെ, ആത്മഹത്യക്ക് ഒരുങ്ങി നിൽക്കുകയാണ് അയാള്. ഉടനെ പൗലോസ് ഇവർ പറയാ, എനിക്ക് ഇത്തിരി വെളിച്ചം തരൂ എന്ന് ചോദിച്ചിട്ട് അകത്തോട് ചാടുകയാണ്. അപ്പോഴത്തേക്ക് പൗലോസ് പറയാ, വായിക്ക്. ശീലാസിന്റെ മുൻപിൽ വീണു അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ പുറത്തു കൊണ്ടുവന്നിട്ട് ജയിൽ പുള്ളിമാരോടത്ത് ചോദിക്കുകയാണ്, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ. ഒറ്റ രാത്രി കൊണ്ട് കഥ മാറി. ഇങ്ങേരായിരുന്നു അവിടുത്തെ ഏമാൻ. കേട്ടോ, ജയിൽ പുള്ളിയായിട്ട് കൊണ്ട് അകത്തിട്ട് അവന്മാരുടെ കാലൊക്കെ ആമത്തിലിട്ട് പൂട്ടിട്ട് ഏമാൻ ഇങ്ങനെ വെളിയിൽ ചാരി ഇരുന്നതാ. 15 മിനിറ്റ് കഴിഞ്ഞപ്പോ ഏമാൻ മാറി. കണ്ടോ, ഇപ്പൊ ഇവൻ അങ്ങോട്ട് വിളിക്കുക, യജമാനന്മാരെ. കഥ മാറിയത് കണ്ടോ? യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. What shall I do to be saved? ഞാൻ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? സ്വതന്ത്രം. പൗലോസ് വേറെ ഇവിടെ തപ്പുന്നൊന്നുമില്ല. ഒറ്റ മറുപടി, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. നീ മാത്രമല്ല, നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കണ്ടോ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൽ ആശ്രയിക്കാം. സ്വതന്ത്രം. നിന്റെ ജോലി ചിലപ്പോൾ നഷ്ടമായി പോകുമായിരിക്കാം. ഇന്ന് നടന്ന ഈ സംഭവങ്ങൾ കാരണം നിനക്ക് എന്തെങ്കിലുമൊക്കെ പണിഷ്മെന്റ് ഉണ്ടായിരിക്കാം. ഇതൊന്നുമല്ല പൗലോസിന്റെ ടോക്ക്. പൗലോസിന്റെ ടോക്ക് ഫൈനൽ എൻഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. യേശുവിൽ ആശ്രയിക്കുക, നീയും നിന്റെ കുടുംബവും വരാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടും. മാന്യ സുഹൃത്തുക്കളെ, മുമ്പിലുള്ള ജോലി പോകുമെന്നുള്ളത് ആവരുത് നിങ്ങളുടെ വിഷയം. നാളെ കേസാകുമോ വഴക്കാകുമോ ഇതുള്ളത് ആകരുത് നിങ്ങളുടെ വിഷയം. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്ന ഭൗതിക ലോകത്തിൽ നിങ്ങളെ ബന്ധിക്കാൻ ശ്രമിക്കുന്ന വിഷയങ്ങളാകരുത് നിങ്ങളുടെ വിഷയം. നമ്മുടെ വിഷയം, ഇവിടം വിട്ടാൽ ഞാൻ എന്തു ചെല്ലും എന്നുള്ളതായിരിക്കണം. ഞാൻ ഇവിടം വിടാൻ പോവുകയാണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഞാൻ എപ്പോഴും കണക്കൂട്ടി പറയാറുണ്ട്, 2050-നും 60-നും ഇടയ്ക്ക് ഞാൻ മരിക്കണം. ഇതിനിടയ്ക്ക് വേറൊന്നും സംഭവിച്ചില്ലെങ്കിൽ. സ്വതന്ത്രം. പ്രഷർ കുറഞ്ഞാൽ ഇതിനിടയ്ക്ക് തട്ടിപ്പോവും, പഞ്ചസാര കൂടിയാൽ തട്ടിപ്പോവും. അതിനൊന്നും കമ്പനി ഉത്തരവാദിയല്ല. ഒന്നും സംഭവിക്കാതിരുന്നാൽ 2050-നും 60-നും ഇടയ്ക്ക് ചാത്തേ പറ്റൂ. നിങ്ങൾ കൂട്ടി നോക്കൂ. 2030-നകത്ത് ഡേറ്റ് ഉള്ള ഒരുപാട് പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട് അല്ലേ? അതെ. 2040-നകത്തുള്ളതുണ്ട്, 2050-നകത്തുള്ളതുണ്ട്. 2100 ഡേറ്റുള്ള ആരും ഇവിടെ ഇരിപ്പില്ല. നമ്മളെല്ലാവരും ഇവിടെ നിന്ന് എന്ത് ചെയ്യാനാണ്? ഒരു പരിപാടി നടക്കില്ല. വല്ല നുള്ളിപ്പിറക്കി തിന്ന് നിങ്ങളുടെ കിലോ 80 മാറ്റുക, പിന്നെ അത് 50 കുറയ്ക്കുക, പിന്നെ അത് 70 കയറും, പിന്നെ താഴോട്ട് ഇറക്കുക. ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കാം. ഹോസ്പിറ്റലിൽ പോയി തുടങ്ങിയാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. അവർ ഡേറ്റ് മാറ്റി മാറ്റി തന്നുകൊണ്ടിരിക്കും. സ്ഥിരമായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും. ഒരു പരിപാടി നടക്കില്ല, ഒരു പരിപാടി നടക്കില്ല. ഈ ശരീരം നമ്മളെ ചതിക്കും. ഈ ശരീരം നമ്മൾ വിട്ടേച്ച് പോകേണ്ടി വരും. ചെന്ന് കയറാനുള്ളിടം ഉറപ്പിക്കുകയാണ് പരമപ്രധാനം. ഇവിടെ ഉള്ളത്, ആവശ്യമുള്ളത് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. തിന്നാനും കുടിക്കാനും ഉടുക്കാനുള്ളത് ഞാൻ തരാം. നമ്മൾ ഒറിജിനൽ ദൈവമക്കളായി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ വരത്തില്ല. നമുക്ക് പലപ്പോഴും ടെൻഷനും പിറുപിറുപ്പും ഒക്കെ വരുന്നതിന് കാരണം നമ്മൾ ദൈവമക്കളാവാത്തതുകൊണ്ടാണ്. ദൈവമക്കളായി കഴിഞ്ഞാൽ ടെൻഷൻ ഫ്രീ. ദൈവമക്കളായി കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യാശ കയറി. നമ്മൾ പോകാനുള്ള സ്ഥലത്തെക്കുറിച്ച് ഓക്കെ ആയി. പിന്നെ നമുക്ക് ഇവിടെ ഉള്ള ആരും അല്ല, പോകുക എന്നുള്ളതാണ് അല്ലേ? കല്യാണത്തിന് പെങ്കൊച്ചിനെ എല്ലാം ഉറപ്പായി, എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു, കല്യാണത്തിന് ഡേറ്റ് ഇട്ടു, പിന്നെ പെങ്കൊച്ച് ഇവിടുത്തെ കാര്യമാണ് ചിന്തിക്കുന്നത്. അവളെല്ലാം ഭാര്യക്കെട്ടിരിക്കുക അങ്ങ് പോവാൻ അല്ലേ? അങ്ങനെ ഇരിക്കാത്ത ഏതെങ്കിലും പെങ്കൊച്ചുണ്ടെങ്കിൽ പേരൂക്കട കൊണ്ട് കാണിക്കണം. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരുങ്ങിയിരിക്കാത്തവരുണ്ടെങ്കിൽ, എൻഗേജ്മെന്റ് ആവും മുമ്പ് ഒരുങ്ങിയിരിക്കുന്നതുണ്ടെങ്കിലും ആശുപത്രി തന്നെയാണ് കാണിക്കാൻ. ഞാൻ അതിൻ്റെ അടുത്താണ് താമസിക്കുന്നത് അല്ലേ? വാർഡിൽ സൗകര്യം കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മുടെ വീട്ടിൽ നിർത്തിക്കോളാം. സ്തോത്രം. ചിലർ എന്നെ ഇങ്ങനെ നോക്കുകയാണ്, ദേഷ്യത്തിലൊക്കെ നോക്കുകയാണ്. നിങ്ങളുടെ ദേഷ്യം എനിക്ക് സന്തോഷമാണ്. ഞാൻ പറഞ്ഞ ഉള്ള കാര്യം പറഞ്ഞേ. ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു പഞ്ചാണ് ഉണ്ടാവേണ്ടത്. ആ പെങ്കൊച്ചിനുണ്ടാകുന്ന ഒരു താല്പര്യം, ഞാൻ പോകാൻ പോവുകയാണ്. നമ്മൾ കർത്താവിൻ്റെ കാന്തയായി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് ആവേശം അതാണ്, ഞാൻ അക്കരയ്ക്ക് പോകാൻ പോവുകയാണ്. നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ
നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നതിൽ നമുക്ക് രക്ഷയുണ്ടാകുന്നത് ഒന്നാമത്തെ കാര്യം പെനാൽറ്റി ഓഫ് സിൻ ആണ് നമുക്ക് മാറുന്നത്. പെനാൽറ്റി ഓഫ് സിൻ, ശിക്ഷയ്ക്ക് പാപത്തിന് നമുക്കുണ്ടായിരുന്ന ശിക്ഷ, അതാണ് പെനാൽറ്റി. പെനാൽറ്റിയിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടും. അതാണ് നമ്മൾ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നത്. അതുകൊണ്ട് വായിച്ചോ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. കണ്ടോ? അപ്പൊ യേശു ക്രിസ്തുവിനെ രക്ഷകനായി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്ന ബെനഫിറ്റ് ശിക്ഷാവിധി, ആ പെനാൽറ്റിയിൽ നിന്നുള്ള വിടുതലാണ്. പെനാൽറ്റിയിൽ നിന്ന് വിടുതലാണ്. ഈ പെനാൽറ്റി എവിടെ നിന്നാ അടിച്ചു കിട്ടിയത്? എന്റെ അപ്പൂപ്പൻ ഒന്നാമത്തെ ആദം, കർത്താവ് ഏദനിൽ മനുഷ്യനെ കൊണ്ട് നിർത്തിയിട്ട് അവനോട് പറഞ്ഞു, തോട്ടത്തിലെ സകല വൃക്ഷത്തിന്റെ ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും. സ്തോത്രം. മരിക്കുമെന്ന വാക്കിന്റെ അർത്ഥം അതാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അവസാനിക്കും. അപ്പൊ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നിലനിർത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ടായിരുന്നത് മനുഷ്യനാണ്. പിശാച് പതിയെ വന്ന് സർപ്പത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച് വന്നിട്ട് പിന്നെ ആന്റിയുമായിട്ട് 2 വർത്തമാനം. ആന്റിയോട് ചോദിച്ചു, ഏതെങ്കിലും തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആന്റി പറഞ്ഞു, പിന്നെ തിന്നരുതെന്നും തുടരുതെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര കൽപ്പനകളാണല്ലോ ഇവിടെ കിടക്കുന്നത്. പിശാച് അടുത്ത വർത്തമാനം പറഞ്ഞു, തിന്നാൽ ഒന്നും ചെയ്യാല. ഏപ്രിൽ മാസത്തിൽ തിന്നുകയാണെങ്കിൽ ഒരു ഓഫറും ഉണ്ട്, അല്ലേ? കണ്ണ് തുറക്കും, ദൈവത്തെ പോലെ ആവും. അതാണ് പൂവണ്ണത്തിൽ അച്ഛൻ പറഞ്ഞത്. ഓഫറുണ്ട്, ഏപ്രിൽ മാസം 12-ാം തീയതി എല്ലാ പാപവും ഇളച്ചു തരുന്നു. ആര്? അങ്ങേരുടെ അപ്പൂപ്പൻ. സ്വതന്ത്രം. എന്തൊരു തെറ്റിപ്പാണെന്ന് നോക്കിയേ, എന്തൊരു ചതിവാണെന്ന് നോക്കിയേ. മനസ്സിലാകുന്നുണ്ടോ? വഴി തുറന്നിട്ടിരിക്കുകയാണ്. അതൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോ യേശുവിൽ വിശ്വസിക്കുക, നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ, യേശുവിൽ ആശ്രയിച്ചാൽ നിനക്ക് ആദ്യം ഉണ്ടാകുന്ന പെനാൽറ്റി മാറും. ഞാൻ പറയട്ടെ. അപ്പൊ ഏതെങ്കിലും ദൈവം മനുഷ്യനെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നമ്മൾ തമ്മിലുള്ള കമ്പനി തീരും, ബന്ധം തീരും. സർപ്പം വന്ന് സംസാരിച്ചു, ഒരു ഓഫറും കൂടെ കൊടുത്തു. അവൾ വൃക്ഷത്തിന്റെ ഫലം പറിച്ച് തിന്നു, തോട്ടത്തിൽ നിന്ന് വെളിയിലായി. ദൈവ മക്കളെന്ന പദവി അവർക്ക് നഷ്ടപ്പെട്ടു. കണ്ടോ? നമ്മളും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എല്ലാവരും ഒന്നായിട്ടായിരുന്നേ. ആ ബന്ധത്തെ ചെകുത്താൻ പതിയെ ഇടയിൽ കയറി ഒരു ഓഫറൊക്കെ കൊടുത്ത് മനുഷ്യനെ കബളിപ്പിച്ച് ആ വൃക്ഷഫലം തിന്നു. ദൈവ മക്കളെന്ന പദവി അവന് നഷ്ടപ്പെട്ടു പോയി. ഇവിടെയാണ് ദൈവം പ്രയാസത്തിലാവുന്നത്. ദൈവത്തിന്റെ സ്വന്തം മക്കൾ ദൈവത്തെ വിട്ടു മാറിപ്പോയി. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ച് അവിടെ കറങ്ങാൻ പോയിട്ട് മിസ്സായി പോയി, അല്ലേ? അവരെ കാത്തവരുടെ അപ്പനമ്മമാർ അവിടെ തന്നെ തമ്പടിച്ചു. 4-ാം ദിവസം ആ കൊച്ചിന്റെ ഡെഡ് ബോഡിയാണ് മടക്കി കിട്ടുന്നത്. എത്ര പ്രയാസമായിരിക്കും ആ മാതാപിതാക്കൾക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കേൾക്കുന്ന നമുക്ക് പോലും പ്രയാസമാണ്. നമുക്ക് ഇത്ര അധികം പ്രയാസമുണ്ടെങ്കിൽ ആ കൊച്ചിനെ പ്രസവിച്ച് വളർത്തി ഈ പരുവത്തിനാക്കിയ മാതാപിതാക്കൾക്ക് എത്ര പ്രയാസമുണ്ടായിരിക്കും. അവരുടെ അശ്രദ്ധയാണ് അതിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇതുകൊണ്ടാണ് നമ്മൾ പിള്ളേരെയൊക്കെ ചുമ്മാ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും വിടരുത് എന്ന് പറയാൻ കാരണം. പിള്ളേരെ കിടന്ന് തുള്ളിച്ചാടി ആകെ കിടന്നുള്ള ബഹളം അത്രയും വെക്കും. സ്വതന്ത്രം. പിള്ളേർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഉള്ള ശേഷി മാതാപിതാക്കൾക്ക് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ കൊച്ചു നഷ്ടപ്പെട്ടു പോയി അവിടെ ഇരിക്കുന്ന അപ്പൻ്റെ അമ്മയുടെയും ഗതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ദീർഘനാളുകൾക്ക് മുമ്പ്, അറൗണ്ട് 4 years ബാക്ക്, എൻ്റെ ഒരു ഫ്രണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ തമിഴ്നാട്ടിലെ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ കോഴ്സ് പഠിച്ച് കോഴ്സൊക്കെ തീർന്നു, എല്ലാം ഫിനിഷായി. അവന് ഗ്രാജുവേഷൻ മാത്രമേ ഉള്ളൂ, എല്ലാം ഫിനിഷായി. അപ്പോൾ അവൻ്റെ ബന്ധുക്കൾ എല്ലാവരും കൂടെ വന്നു കടൽ കാണാമെന്ന് പറഞ്ഞു പോയി. കടലിൽ അവൻ നഷ്ടപ്പെട്ടു പോയി. അന്ന് രാത്രി ഞാൻ അറിഞ്ഞ ഉടനെ ഞാൻ ഇവിടുന്ന് കന്യാകുമാരിയിലെത്തി. ഞാനിവിടെ ചെല്ലുമ്പോൾ അപ്പൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ആ കടലിൻ്റെ കരയിൽ ചെന്ന് ഇങ്ങനെ നോക്കി, ഒന്നും ചെയ്യാൻ നോക്കില്ല. അവൻ വെള്ളത്തിലേക്ക് പോയി. നമുക്കൊരു പ്രതീക്ഷയുണ്ട്, അവൻ എവിടെയോ ഇരിപ്പുണ്ട്. ചുമ്മാ പ്രതീക്ഷയാണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. പക്ഷെ ഒരു ഭ്രാന്തനെ പോലെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അവൻ മടങ്ങി വരും. പിറ്റേന്ന് രാവിലെ അവിടുത്തെ മീൻപിടുത്തക്കാർ പിടിച്ച് അവനെ തൂക്കിയെടുത്ത് കൊണ്ടിട്ട് തന്നു. ഡെഡ് ബോഡിയാണെന്ന് കാണുന്നത് വരെ വാസ്തവത്തിൽ ഞാൻ വിശ്വസിച്ചില്ല അവൻ മരിച്ചുപോയി എന്ന്. നിങ്ങൾക്കറിയാം, കടലിലായി പോയാൽ മരിച്ചു പോകുമെന്നറിയാം. പക്ഷെ അത് വിശ്വസിക്കാൻ നമുക്ക്
മനസ്സിന് ധൈര്യമുണ്ടാവില്ല. പക്ഷേ അത് വിശ്വസിച്ച് തീരൂ. ഇവിടെ ഈ കുഞ്ഞിനെ കാണാതെ പോയപ്പോൾ ഈ അമ്മയപ്പന്മാർ എത്ര റിസ്ക് എടുത്ത് കാണുമെന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളത് വിശ്വസിച്ച് പറ്റൂ. ഇതുപോലൊരു വേദന നമ്മുടെ കർത്താവ് ഏദനിൽ അനുഭവിച്ചു. കർത്താവ് ഏദൻ തോട്ടത്തിൽ വന്നെത്തുമ്പോൾ സ്വന്തം മക്കളെ കാണാനില്ല. കർത്താവ് അലറി വിളിച്ച് ചോദിക്കുക, നീ എവിടെ? സ്തോത്രം. മനുഷ്യൻ പറയുക, ഞാനിവിടെ ഒളിച്ചിരിക്കുകയാണ്. തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം നീ തിന്നോ? തിന്നെന്നവൻ പറഞ്ഞില്ല. നീ എന്നോടുകൂടെ ഇരിപ്പാൻ തന്നെ അവൾ തന്നു, തിന്നു. കാര്യങ്ങൾ ചുറ്റിക്കെട്ടി വർത്തമാനം നടന്നു. ഏറ്റവും ഒടുവിൽ കർത്താവിന് അവനെ വീണ്ടെടുത്ത് ഉടനെ അകത്ത് നിർത്താൻ കഴിയില്ലെന്ന സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ കർത്താവ് ഒരു മൃഗത്തെ കൊന്നതിൻ്റെ തോലെടുത്ത് അവനെ ഉടുപ്പിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അന്ന് തൊട്ട് കർത്താവിൻ്റെ ഹൃദയത്തിൽ വേദനയാണ് ദൈവത്തെ വിട്ട് മാറിപ്പോയി അവനെ തിരിച്ചു കൊണ്ടുവരാൻ. ഞങ്ങളിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സംസാരിച്ചു കൊണ്ടുവരികയായിരുന്നു, ആ മകളുടെ അമ്മയപ്പന്മാർക്ക് എന്നീ വേദന മാറും? ഒരിക്കലും മാറില്ല. അവരുടെ മരണം വരെ അവരാ തീർത്ഥയാത്ര പോയി, അല്ലെങ്കിൽ ആ ഉല്ലാസയാത്ര പോയി, അവരുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് അവർക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ആ വേദന ഒരിക്കലും അവർക്ക് മറക്കാൻ കഴിയില്ല. നമ്മളൊക്കെ മറക്കും, അവർക്ക് മറക്കാൻ കഴിയില്ല. കാരണം അവരുടെ കുഞ്ഞാണ്. അതവരെ ഭ്രാന്താക്കും, അതവരെ തകർത്ത് കളയും. അമ്മാതിരി വലിയൊരു ദുഃഖത്തിലായിപ്പോയി നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവായി നമ്മുടെ കർത്താവ് ഒടുവിൽ പെയിൻ എടുക്കേണ്ടി വന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നായിരുന്നവർ പിരിയേണ്ടതായി വന്നു. എന്തിന്? നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി. പുത്രൻ പറഞ്ഞു, ഞാൻ പോകാം, ഈ ജനത്തിൻ്റെ പാപത്തെ പേറി മരിക്കാൻ ഞാൻ തയ്യാറാണ്, മനുഷ്യവേഷമെടുക്കാൻ ഞാൻ തയ്യാറാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നായി വിഭജിക്കേണ്ടി വന്നു. പുത്രൻ നമുക്ക് വേണ്ടി ജഡമെടുത്ത് താഴേക്ക് വരേണ്ടി വന്നു. സ്തോത്രം. എത്ര വലിയ സ്നേഹം! യോഹന്നാൻ 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം. ഇതെത്ര വലിയ സ്നേഹമെന്ന് നോക്കൂ. നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. ആ പെങ്കൊച്ചിനെ കാണാതെ പോയതിൻ്റെ അന്ന് രാത്രി അവർ പോലീസിൽ പരാതി നൽകി. പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങൾ പ്രതികൂലമായതുകൊണ്ട് പോലീസുകാർ പകലാണ് ഇറങ്ങുന്നത്. അവർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. 4-ാം ദിവസമാണ് ഡെഡ് ബോഡി കിട്ടുന്നത്. സ്തോത്രം. പിതാവിന് തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം ദീർഘനാളുകൾ പേറി. ഒടുവിൽ തൻ്റെ മകനെ രക്ഷപ്പെടുത്താൻ, തൻ്റെ മക്കളെ മടക്കിക്കൊണ്ടുവരുവാൻ തൻ്റെ ഏകജാതനെ തോട്ടത്തിന് പുറത്തേക്ക് അയച്ചു. ആ ക്രിസ്തു നമുക്ക് വേണ്ടി താഴേക്കിറങ്ങി വന്നു. സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, സ്ത്രീയുടെ സന്തതിയായി നമുക്ക് വേണ്ടി ആ കർത്താവ് ജനിച്ച് ഭൂമിയിലേക്ക് വന്നു. നമ്മുടെ സകല പാപവും തൻ്റെ ചുമലിൽ ചുമ്മിക്കൊണ്ട്, നമുക്ക് പാപത്തിനുണ്ടായിരുന്ന പെനാൽറ്റിയെ ക്രിസ്തു തൻ്റെ മേൽ ചുമ്മിക്കൊണ്ട് കാൽവറിയിൽ കയറി നമുക്ക് വേണ്ടി മരിക്കുകയാണ്. മുമ്പിൽ നിന്ന് സകലരും യേശുവിനെ നോക്കി പരിഹസിക്കുമ്പോൾ ക്രിസ്തു പറയുകയാണ്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇവരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, പക്ഷെ അക്കാര്യം ഇവർ തിരിച്ചറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. സ്തോത്രം. അത് പറഞ്ഞ് ക്രിസ്തു ആ ജനത്തിൻ്റെ പാപത്തെ മുഴുവൻ പേറിക്കൊണ്ട് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കുകയാണ്. മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഉയർപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഇന്ന് രാത്രിയിലും ആ ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി മഹിമയുടെ വലതുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുകയാണ്. പ്രസംഗിക്കുന്ന ഞാനും കേൾവിക്കാരായ നിങ്ങളും സ്വർഗരാജ്യത്തിൽ ദൈവമക്കൾ എന്ന പദവിയിലേക്ക് മടങ്ങി ചെല്ലുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് വേണ്ടി വില കൊടുത്തിട്ട് ആ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതവുമായിട്ടിരിക്കുകയാണ്. ആ വേദന എത്ര വലുതായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കത്തോലിക്കർക്ക് കഴിഞ്ഞ 40 ദിവസങ്ങൾ മീൻ, ഇറച്ചി, മുട്ട ഒന്നും കഴിക്കാൻ പാടില്ല, മദ്യം കുടിക്കാൻ പാടില്ല, MDMA, കഞ്ചാവ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ദുഃഖവെള്ളി കഴിഞ്ഞു, ഒരു ദിവസം കൂടി അവർ റെസ്റ്റ് എടുത്തു. ഈസ്റ്റർ കഴിഞ്ഞു, കർത്താവിനെ ഉയർപ്പിച്ച് വിട്ടു. ഇറച്ചിയും മുട്ടയും മീനും MDMA എല്ലാം ഇനി അവർക്ക് ഉപയോഗിക്കാം. ഇനി അടിച്ചുപൊളിയുടെ ദിവസങ്ങളാണ്. ഇനി അവർക്ക് ഡിസംബറിൽ വന്നാൽ മതി ഉണ്ണിയേശുവിനെ കാണാൻ. നമ്മളങ്ങനല്ല. നമ്മൾ ആ ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്ക് ഈ കഥകൾ അഭിനയിച്ച് നടക്കാനുള്ളവരല്ല. നമ്മുടെ അനുഭവമാണിത്. ഈ നഷ്ടപ്പെട്ടു പോയ കൊച്ചിനെക്കുറിച്ച് ചിലപ്പോൾ 1 വർഷം കഴിയുമ്പോൾ മനോരമ ഒന്നുകൂടി എഴുതും. 1 വർഷം തികഞ്ഞു നമുക്ക് ആ മോളെ നഷ്ടപ്പെട്ടിട്ട്. പക്ഷേ ഒരു ദിവസം പോലും ആ അമ്മയ്ക്കോ അപ്പനോ സഹോദരങ്ങൾക്കോ മറക്കാനൊക്കില്ല ആ മോളുടെ തിരോധാനം. വർഷാവർഷങ്ങളിൽ മാത്രം ഓർക്കുന്നത് ആരുടെയോ ബന്ധമില്ലാത്തവരുടെ ഒരു കഥയായി മാറുമ്പോൾ ദിനേന എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് ബന്ധമുള്ളവൻ്റെ അവകാശമാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നമുക്ക് ഏതെങ്കിലും ദുഃഖവെള്ളിയിൽ ഓർക്കാനുള്ളതല്ല. യേശുവിൻ്റെ ഉയർപ്പ് നമുക്ക് ഏതെങ്കിലും ഈസ്റ്ററിൽ ഓർക്കാനുള്ളതല്ല.
എല്ലാ സമയത്തും നമുക്ക് ഓർക്കുവാനുള്ളതാണ്, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് മരിച്ചിരിക്കുന്നു. എൻ്റെ പാപങ്ങളുടെ പിഴയടയ്ക്കുവാൻ, എൻ്റെ പാപത്തിൻ്റെ പെനാൽറ്റി എടുക്കുവാൻ എൻ്റെ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചിരിക്കുന്നു. ഇക്കാര്യം ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ എനിക്ക് പെനാൽറ്റിയിൽ നിന്ന് ഒഴിവ് തരും. അതിന് പറയുന്ന പേരാണ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. റോമറിൽ തന്നെ കിടപ്പുണ്ട്. റോമർ 5:1 വായിക്കാവോ? റോമർ 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം. ദൈവത്തോടുണ്ടായിരുന്ന സമത്വം നമുക്ക് മടക്കി തരുന്നത് വിശ്വാസത്താൽ. നമുക്കൊരു നീതീകരണം തരിക. യേശുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ സകല മാനവകുലത്തിന്റെയും പാപത്തിന്റെ പെനാൽറ്റി എടുത്തു മാറ്റിയത് കൊണ്ട് ഞാൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ എൻ്റെ മേലുണ്ടായിരുന്ന പെനാൽറ്റി എടുത്തു മാറ്റി എന്നെ നീതിമാനാക്കി മാറ്റും. കണ്ടോ? അതാണ് അവിടെ പറഞ്ഞത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് റീകൺസൈൽഡ്. കർത്താവുമായി എനിക്ക് സമാധാനമുണ്ട്, എനിക്ക് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം മടക്കി ലഭിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. താഴോട്ട് വായിക്ക്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, ഇതൊരു കൃപയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അർഹതപ്പെട്ടതല്ല, ഇത് മഹാദൈവം നമ്മുടെ മേൽ കനിഞ്ഞരുളിയതാണ്. ഈ അവകാശം നമ്മൾ അർഹതപ്പെട്ടതല്ല, ഇത് ദൈവം നമുക്ക് അനുവദിച്ചു തന്നതാണ്. ഇത് കൃപയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഇത് അർഹിച്ചതല്ല, ദൈവം കൃപയാൽ നൽകിയതാണ്. ഇതിനെ ഉപയോഗിച്ചോണം. നമ്മൾ പെനാൽറ്റി ഒഴിഞ്ഞവരാണ്. ഇനി ഒരുപാട് കാര്യം പറയാനുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. പെനാൽറ്റി ഒഴിഞ്ഞവരാണ്. സ്വതന്ത്രം അവിടെ പറയാ, ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ യേശുക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ. കണ്ടോ? അവിടെയാണ് പത്രോസ് പറയുന്ന പദത്തിന്റെ പ്രത്യേകത, മറ്റൊരുത്തനിലും രക്ഷയില്ല. കണ്ടോ? അവൻ മൂലം, യേശുവിലൂടെ, ത്രൂ ക്രൈസ്റ്റ്. ഈ കൃപയിലേക്ക് നമ്മൾ വരികയാണ്. ഈ കൃപ നിങ്ങൾ ആസ്വദിച്ചില്ലെങ്കിൽ ജീവിതം വേസ്റ്റ് ആണ്. ദൈവമക്കൾ എന്ന പദവിയിലേക്ക് നിങ്ങൾ മടങ്ങി കയറിയിട്ടില്ലെങ്കിൽ ജീവിതം വേസ്റ്റ് ആണ്. രോഗം മാറുന്നതും ദീനം മാറുന്നതും കടം മാറുന്നതും അല്ല വിഷയം. അവകളില്ലാത്തൊരു നാട്ടിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. ഒന്നാമത്തത് കഴിഞ്ഞുപോയി. ഇനി കഷ്ടതയില്ല, മരണമില്ല, ദുഃഖമില്ല. ഈ ഭൂമിയിൽ ഇതൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ. ഈ കൺവെൻഷനിൽ നിങ്ങളുടെ രോഗം മാറിയാലും നിങ്ങൾക്ക് ഇനി ഒരിക്കലും രോഗം വരില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം രോഗമുണ്ടാകും. ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം മരണത്തിന് വിധേയമാണ്. പക്ഷെ നമ്മുടെ പ്രാണപ്രിയൻ വരുമ്പോൾ നമ്മൾ അക്കരെ നാട്ടിലേക്ക് പോകാൻ പോവുകയാണ്. രോഗമില്ലാത്ത നാട്ടിൽ, കണ്ണുനീരില്ലാത്ത നാട്ടിൽ, കഷ്ടതയില്ലാത്ത നാട്ടിൽ, ഒന്നാമത്തത് കഴിഞ്ഞുപോയി സകലതും പുതുതാക്കുന്നു എന്ന നാട്ടിലേക്ക് നമ്മൾ ചെന്നെത്തണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ പെനാൽറ്റിയിൽ നിന്ന് പുറത്തു വരണം. നമ്മുടെ മേൽ ഒന്നാമത്തെ ആദം അടിച്ചു വെച്ച് തന്ന പെനാൽറ്റി ഒടുവിലത്തെ ആദമായ ക്രിസ്തു കാൽവറി ക്രൂശിലൂടെ എടുത്തു മാറ്റിയിരിക്കുന്നു. ആ ശിക്ഷയിൽ നിന്ന് ഒഴിവ് പ്രാപിക്കാതെ ഏത് സഭയിൽ കൂടിയാലും രക്ഷപ്പെടാൻ കഴിയില്ല. പരമപ്രധാനം ശിക്ഷയിൽ നിന്ന് ഒഴിവ് പ്രാപിക്കുകയാണ്. സ്തോത്രം. ഇനി താഴേക്ക് വരാം. വായിക്ക്. നാം ദൈവ തേജസ്സിന്റെ പ്രത്യക്ഷത്തിൽ പ്രശംസിക്കുന്നു. ഒന്നുകൂടി വായിക്ക്. ഈ കൃപയിലേക്ക് ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നമുക്ക് പ്രത്യാശയുള്ളത് ദൈവ തേജസ്. താമസിയാതെ കർത്താവിന്റെ മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. നാം അക്കരയ്ക്ക് എടുക്കപ്പെടാൻ പോവുകയാണ്. ഇത് മാത്രമാണ് ആത്മികനുള്ള പ്രത്യാശ. ഭാഗ്യവശാൽ നിങ്ങൾ ആരും സ്തോത്രം പറഞ്ഞില്ല. ഇനി അതിനു വേണ്ടി പറയണ്ട. ഞാൻ പറഞ്ഞു മനസ്സിലാണ്ടോ? ഭൗതികമായ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ മൈക്കും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിരുന്നെങ്കിൽ നിങ്ങളും തുള്ളി മറിഞ്ഞേനെ. സുഹൃത്തുക്കളെ, എന്ത് നേടിയാലും ഇവിടെ ഇട്ടേച്ചും പോകേണ്ടി വരും. ഒന്നും കൊണ്ടുപോകാനൊക്കില്ല, ഒന്നും കൊണ്ടുപോകാനൊക്കില്ല. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. ലോകത്തിൽ എനിക്കില്ല യാതൊന്നും, എൻ്റെ കൂടങ്ങു പോരുവാൻ. ലോകത്തിൽ എനിക്കില്ല യാതൊന്നും, എൻ്റെ കൂടങ്ങു പോരുവാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശ്രമിക്കുന്നത് ഇവിടെ എന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടാന്നാ. നല്ലൊരു ജോലി കിട്ടിയാൽ നന്നായി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ ചർച്ചിൽ VSSCയിലെ ഒരു വലിയ സീനിയർ സയന്റിസ്റ്റ് മീറ്റിങ്ങിനായിട്ട് വന്നിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് സാക്ഷി പറയുമ്പോൾ ഒരുപാട് പരാധീനതകൾ,
ഞാൻ പറഞ്ഞത് കണ്ടോ, ഓഫീസിനോട് ബന്ധപ്പെട്ട പരാധീനതകൾ, റോക്കറ്റ് റെഡിയാക്കി നിർത്തിയിട്ട് ഇവരുടെ തകരാറ് കാരണം പൊക്കാൻ പറ്റാത്തതിന്റെ വിഷമങ്ങൾ, പിന്നെ ഒരുപാട് പ്രതിസന്ധികൾ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? സാധാരണ ഇരിക്കുന്ന വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് ഒരു 4 ലക്ഷം രൂപ, അത്രയൊന്നും പ്രതീക്ഷിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. 1 ലക്ഷം രൂപ ശമ്പളമുള്ളൊരു ജോലിയാണ് പ്രതീക്ഷിക്കുന്നത്. 4 ലക്ഷം രൂപയുള്ള ശമ്പളക്കാരനും വന്നിരുന്ന് കരയുന്നതാണ് ഞങ്ങൾ കാണുന്ന കാഴ്ച. മാന്യ സുഹൃത്തുക്കളെ, നമുക്കാവശ്യം നമ്മുടെ കർത്താവാണ്. ഈ സ്വർലോകത്തിൽ എന്തൊക്കെ ലഭിച്ച, ഈ ഭൂമിയിൽ എന്തൊക്കെ ലഭിച്ചാലും, വമ്പൻ സമ്പത്ത് നമ്മുടെ കയ്യിൽ ലഭിച്ചു എന്ന് പറഞ്ഞാലും നമുക്കതൊന്നും ഗുണപ്പെടില്ല. നമുക്ക് ലഭ്യമാകേണ്ടത് ഒരിക്കലും നമ്മെ നശിപ്പിക്കുവാൻ കഴിയാത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിലുള്ള ബന്ധമാണ് നമ്മളെ അക്കരെ നാട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതാ അവിടെ പറയുന്നത്, ഈ പ്രത്യാശ, നമ്മുടെ ഉള്ളിൽ കവർന്നിരിക്കുന്ന പ്രത്യാശ, ആ തേജസ്സിന്റെ പ്രത്യാശ. സ്തോത്രം. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ ഞാൻ പ്രശംസിക്കുന്നു. വായിച്ചോ. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെ. പദം പോയ പോകേണ്ടോ? കഷ്ടത നമുക്ക് അവകാശമാണ്. കഷ്ടത സഹിഷ്ണുത കൊണ്ടുവരും. താല്പര്യമില്ലെന്ന് എനിക്കറിയാം. സഹിക്കാൻ വയ്യാത്തോണ്ടാണ് പ്രാർത്ഥിച്ച വെള്ളം കുടിക്കാൻ നടക്കുന്നത്. നമ്മുടെ പാസ്റ്റർക്ക് കൃപാവരം കുറവായതുകൊണ്ട് കൃപാവരമുള്ള വേറൊരു പാസ്റ്റർ അടുക്കലേക്ക് പോയി എണ്ണ പ്രാർത്ഥിച്ച് കുടിക്കാറുണ്ട്, അല്ലേ? കാട്ടാക്കട സൈഡിൽ എവിടെ പോയി അങ്ങനെ ഒലിവെണ്ണയൊക്കെ പ്രാർത്ഥിച്ചത് കിട്ടുമെന്നാ പറയുന്നത്. 20 രൂപ കുപ്പിയുണ്ട്, 50 രൂപ കുപ്പിയുണ്ട്, ഷോളുണ്ട്, പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റിയ പേനയുണ്ട്, ഇങ്ങനെ ഒരുപാട് ഉപ്പ്, മുളക്, അങ്ങനെ ഉപ്പിലിടൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. സ്തോത്രം. വചനം പറയുന്നു, അവർ നിങ്ങളെ കച്ചവടമാക്കുമെന്ന്. യവന്മാർ കച്ചവടം തുടങ്ങി. KSRTC ബസ് വിട്ടു കൊടുക്കുകയാണ്. അവർക്ക് കച്ചവടം നടന്നാൽ മതി. ഇത് മൊത്തത്തിലൊരു കച്ചവടമാണ്. സ്തോത്രം. നിങ്ങളുടെ പലരുടെ ഇരിപ്പ് കണ്ട വീട്ടിൽ സാധനം ഉണ്ടെന്ന് തോന്നും. സ്തോത്രം. ഇതൊരു ജനമാണ്. നമ്മുടെ കേരളത്തിലാണിത്. പോട്ടെ, തിരുവനന്തപുരത്താണിത്. അതാണ് എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞത്. ഇത്രയും എന്താ പറയാ, മനുഷ്യര്, എന്താ സുനിൽ പറയുന്ന മൊണ്ണകളെന്നാണ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് ആലോചിക്കുകയാണ്. ഇത് മനുഷ്യരാണിത്. ഇതിനെയാണ് യോനയുടെ പുസ്തകത്തിൽ പറയുന്നത്, എടങ്കൈ വലങ്കൈ തിരിച്ചറിയാത്ത 1 ലക്ഷത്തെ ചില്ലുവാനം കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പൊന്നു ദൈവമക്കളെ, കഷ്ടത നമ്മുടെ അവകാശമാണ്. അതാണ് നമ്മളെ സഹിഷ്ണുത പഠിപ്പിക്കുന്നത്. സഹിഷ്ണുത നമ്മളെ സിദ്ധതയിലേക്ക് എത്തിക്കും. സിദ്ധത നമ്മളെ പ്രത്യാശയിലേക്ക് എത്തിക്കും. ദിസ് ഈസ് ദ റോഡ്. ഈ റോഡ് വഴിയാണ് നമ്മൾ പെനാൽറ്റിയൊക്കെ ഒഴിവാക്കി, ശിക്ഷാവിധി ഒഴിവാക്കി ഭാഗ്യനാട്ടിലേക്ക് പോകാൻ പോകുന്നത്. സന്തോഷം തോന്നുന്നവർക്ക് സ്വോത്രം പറയാവോ? വളരെ ടൈറ്റാണ്, എങ്കിലും നിങ്ങൾ സ്വോത്രം പറയണം. പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോഴേ നിങ്ങൾ ശക്തി വരുള്ളൂ. കാരണം മസിൽ പവർ കൊണ്ട് നടക്കുന്നതല്ലിത്, മോട്ടിവേഷണൽ മെസ്സേജ് കേട്ടത് കൊണ്ട് നടക്കുന്നതല്ലിത്. നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് ഈ റോഡ് ഓടാൻ പറ്റത്തില്ല. അതിന് വേണ്ടുന്ന ഫ്യുവൽ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഷ്ടത, സഹിഷ്ണുത, സിദ്ധതയൊക്കെ കയറി പോവും. ഇല്ലെങ്കിൽ നമ്മൾ ഉഴയും. ഇല്ലെങ്കിൽ ആവിയൽ മറിയും പോലെ മറിയും. അതുകൊണ്ട് ഈ രാത്രിയിൽ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഞാൻ നിങ്ങളെ കൃപയാൽ ഓർപ്പിച്ച് അടുത്തൊരു ഭാഗത്തേക്ക് കടന്ന് 3 മിനിറ്റ് കൊണ്ട് സംസാരിച്ച് അവസാനിപ്പിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. സ്വതന്ത്രം 3 മിനിറ്റ് കൊണ്ട് തീർന്നില്ലെങ്കിൽ പിന്നെ ഒരു 3 മിനിറ്റ്, അങ്ങനെ 3 മിനിറ്റ് വെച്ചാണ് ഞാൻ എടുക്കുന്നത്. ഇനി ചോടൊന്നും വേണ്ട, ഞാനിപ്പോൾ അവസാനിപ്പിക്കാം. ദൈവമക്കളെ, ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മുടെ എടുത്ത് കളയുന്ന പെനാൽറ്റിയാണ്. അതിനോട് ചേർന്നൊരു 4 ഐറ്റം കൂടി ഞാൻ തൊടുന്നില്ല കേട്ടോ. വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു പാക്കേജാണ്. ആ ഒരു പാക്കേജ് ഒറ്റ വാക്കിൽ പരിചയപ്പെടുത്തി ഇപ്പം നമുക്ക് സ്വതന്ത്രം പാട്ടുപാടി പിരിയാം. നേരത്തെ സൗകര്യം എഴുന്നേറ്റിട്ട് കുറച്ച് നേരം കൂടെ ഞാൻ കീബോർഡ് വെയിറ്റ് ചെയ്തത് ഇപ്പം ഇങ്ങനെ നിർത്തുമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് പെട്ടെന്ന് 2 വാക്കൂടെ പറയാം. ദൈവമക്കളെ, ഒന്നാമത്തത് കർത്താവിൽ ആശ്രയിക്കുക എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഫെയ്ത്ത് ആണ്, വിശ്വസിക്കുകയാണ്. പെസ്റ്റേയോ എന്ന് പറയുന്ന പദപ്രയോഗമാണ്. യോഹന്നാൻ 3:16 അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്യം വിശ്വസിക്കുക. വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമുണ്ടല്ലോ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ ആശ്രയിക്കുന്ന ഏവനും. കണ്ടോ? ഏവനും. വേറെ ഒന്നിലും ആശ്രയിക്കരുത്, ക്രിസ്തുവിൽ തന്നെ ആശ്രയിക്കണം. അപ്പൊ ഫസ്റ്റ് വൺ, ഫെയ്ത്ത് ഇൻ ജീസസ്. 2, ലൂക്കോസ് വിശേഷം 13-ാം അധ്യായം 3-5 വായിച്ചു. ലൂക്കോസ് 13:3-5 വാക്യങ്ങൾ മാത്രം പരിചയപ്പെടുത്തി തീർത്തു. അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ
നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ക്ലീൻ ബാക്കിയാണ്, 2 പ്രാവശ്യം അത് പറയുന്നത്. അതാണ് 3, 5 സെയിം ബാക്കിയാണ്. മതി. അല്ലല്ല, കളി നടക്കുകയല്ല, മാനസാന്തരപ്പെടാൻ. അപ്പൊ ഫസ്റ്റ് വിശ്വാസം. അപ്പൊ യേശുവിൽ ആശ്രയിക്കാൻ കണക്കിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. അതിന് മുട്ടുവേദന, തലവേദന, ഇതൊന്നും അല്ല ഞാൻ പറയേണ്ടത്, അല്ലേ? നിങ്ങൾ അമേരിക്കയിൽ പോകാൻ വേണ്ടി നിങ്ങൾ എന്താ പറയുക, പിന്നെ തിരുവനന്തപുരം എയർപോർട്ടിൽ നിൽക്കുകയാണ്, ഫ്ലൈറ്റ് അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കാത്തവരാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് പിന്നെ പെപ്സി കിട്ടും, ഇതിനകത്ത് സാൻഡ്വിച്ച് കിട്ടും. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാൻ, അല്ലേ? പിന്നെ ഇടയ്ക്ക് ഇച്ചിരി പൈൻറ്റ് തരും. ഇതാണ് ഞാൻ പറഞ്ഞുതരാൻ. നോ, അതിന്റെ സീറ്റ് ഇങ്ങനെയാണ്, അതിങ്ങനെയാണ്. നോ, ഇതൊന്നല്ല പറയട്ടെ. ഞാൻ നിങ്ങൾക്ക് വർണ്ണിച്ചു തരേണ്ടത് അമേരിക്കയെ കുറിച്ചാണ്. ആ സാധനമാണ് നിങ്ങളെ ഈ വണ്ടി കയറാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ക്രിസ്തുവിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് സാൻഡ്വിച്ച് ആണ്, പിന്നെ മിഠായിയാണ്, കല്യാണം നടക്കും, പിള്ളേര് കിട്ടും. ഐ ഡോണ്ട് നോ. കർത്താവ് ഇതൊന്നും തരാൻ വേണ്ടില്ല. ഇത് ആരാണ് ഇത് പറഞ്ഞു തുടങ്ങിയെന്ന് എനിക്കറിയില്ല. ആൾക്കാരെ കൂട്ടാൻ വേണ്ടി ആരൊക്കെ പറഞ്ഞു തുടങ്ങിയതാണ്? സർക്കസ് കമ്പനിക്കാർ, അല്ലേ? നമ്മൾ പിന്നെ ചിലപ്പോൾ കിട്ടുന്നെങ്കിലോ എന്നും വെച്ചിട്ട് ഇന്ന് കയറിയതാണ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ അവിടെ ഇരിക്കുകയാണ്. കാരണം ഈ വിട്ടുപോയ തലേ തേങ്ങ വിടുന്ന് ചാവെന്നും കൂടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം പാസ്റ്റർമാരുടെ ജിമിക്സ് ആണ്, അല്ലേ? നമ്മൾ പ്രസംഗത്തിനിടെ പറയും ചെയ്യും, ഇങ്ങനെ ഞായറാഴ്ച ആരാധനയ്ക്ക് വരാത്ത ഒരാൾ തേങ്ങ വിടുന്ന് ചത്തുപോയി, പിന്നെ ആരും വരാതിരിക്കൂല. പിള്ളേരടുത്തൊന്നും ഈ നമ്പർ ഇറങ്ങിയാൽ അവന്മാർ ഗൂഗിളിൽ നോക്കും, അങ്ങനെ വിടുന്ന് ചത്തിട്ടുണ്ടോ ഇല്ല, അല്ലേ? അവന്മാർ ഇതിന് ജമിനിയിലൊക്കെ കയറി നോക്കിയിട്ട് തേങ്ങ വിടുന്ന ചരിത്രമില്ല, പോടാന്ന് പറയും, അല്ലേ? പഴയ ടീമിലൊക്കെ നമുക്ക് പേടിപ്പിക്കാം. സ്വതന്ത്രം നമുക്ക് തിരിച്ചു തരാം, ദൈവമക്കളെ. അപ്പൊ നമ്പർ 1, ഫെയ്ത്ത്. യേശുവിൽ വിശ്വസിക്കത്തക്ക നിലയിൽ നമ്മൾ പരിചയപ്പെടുത്തണം. നമ്പർ 2, മാനസാന്തരം. നമ്മള് കർത്താവിൽ നിന്ന് അടർന്നു മാറി വേറെ വാക്കിന് പൊക്കോണ്ടിരുന്നതാ. അവിടെ നിന്ന് നേരെ തിരിയണം. ഞാൻ ഇന്നിൽ അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ നേരെ തിരിയും. അതവിടെ പറഞ്ഞ അല്ലല്ല, മാനസാന്തരപ്പെടാൻ ഒരു പരിപാടി നടക്കുകയല്ല. മാനസാന്തരപ്പെടാതെ ഒരു പരിപാടി നടക്കുകയല്ല. കത്തോലിക്കൻ പറയുന്നത് പോലെ ആ 1 ടൈം സെറ്റിൽമെന്റ് ഒന്നും ഇവിടെ ഇല്ല. മാനസാന്തരപ്പെട്ടേ പറ്റുള്ളൂ. അപ്പൊ മാനസാന്തരപ്പെടുമ്പോൾ പിന്നെ പഴയ പണിയൊന്നും ചെയ്യാൻ പറ്റുമല്ല. പഴയ കയ്യിലിരിപ്പൊക്കെ കളയേണ്ടി വരും. കാരണം നമ്മൾ വഴി നേരെ തിരിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് ദിശയിലാണ് പോകുന്നത്. നമ്മളാണെങ്കിൽ ഈ പോണ ദിശയിൽ തന്നെ കർത്താവിലായി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ സ്പീഡായി, അല്ലേ? സ്വതന്ത്രം. നമ്പർ 3, കൺഫെഷൻ. ഏറ്റുപറയുക. സ്തോത്രം. റോമർ 10:9 തോന്നുന്നു. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിനെ വായിക്കോ. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും, വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. കണ്ടോ? 2 വരുന്നുണ്ടോ? വായിക്ക്. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. കണ്ടോ? അപ്പൊ അവിടെ പറഞ്ഞ കൺഫെഷൻ ആണ്, ഏറ്റുപറച്ചിൽ. ഞാൻ കർത്താവിന്റെ മകനാണെന്ന്, കർത്താവിന്റെ രക്ഷകനാണെന്ന് ഏറ്റുപറയണം. 1, വിശ്വസിക്കുക. 2, മാനസാന്തരപ്പെടുക. 3, ഏറ്റുപറയുക. ഏറ്റുപറച്ചിലില്ലാതെ പള്ളി കയറി കളയരുത്, അല്ലേ? ഇതിപ്പോ ഇതെല്ലാം പാസ്റ്റർമാർ പറയുന്ന ചർച്ച ഉണ്ട്. പാസ്റ്റർ ഞാൻ തന്നെ എല്ലാം പറയാം, നിങ്ങളോട് കയറി ഇരുന്നാൽ മതി, അല്ലേ? ചിലടത്ത് ഇങ്ങനെ പേപ്പർ തരും, അതിൽ ടിക്കറ്റ് കൊടുത്താൽ മതി, മാനസാന്തരമായി. അങ്ങനെയൊന്നും നടക്കുകയല്ല. അതെല്ലാം പിന്നെ ടിക്കറ്റ് കൊണ്ട് പോവേ ഉള്ളൂ. സ്തോത്രം. നെക്സ്റ്റ് റീബർത്ത്, വീണ്ടും ജനനം. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം തന്നെ 3-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിക്കും. യോഹന്നാൻ 3:3 വായിക്കും. താങ്ക് യു ലോർഡ് ജീസസ്. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആർക്കും പറ്റില്ല, പിന്നെ നമുക്ക് എങ്ങനെ പറ്റും? അപ്പം വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക, കൺഫസ് ചെയ്യുക, ഏറ്റുപറയുക, ദെൻ വീണ്ടും ജനിക്കുക. സ്തോത്രം. വീണ്ടും ജനിക്കാതെ ആർക്കും സ്വർഗരാജ്യത്തിൽ പോകാനൊക്കത്തില്ല. കാരണം നമ്മൾ മരണപ്പെട്ടിരിക്കുക, കർത്താവിൽ നിന്ന് അടർന്നു മാറിയിരിക്കുക. തിരിച്ച് കർത്താവിന്റെ അടുക്കലേക്ക് വരണമെങ്കിൽ ക്രിസ്തുവിലാകണം. ക്രിസ്തുവിലായി കഴിയുമ്പോൾ നമ്മളെ റീകണക്ട് ചെയ്യും, പിതാവുമായിട്ട് റീകണക്ട് ചെയ്യും. റീകണക്ട് ആവാതെ ഒരു ഗുണവുമില്ല. മനസ്സിലായോ? നമ്മളെ കണക്ട് ചെയ്യണം, തിരിച്ച് കണക്ട് ചെയ്യണം. സ്തോത്രം. അപ്പൊ തിരിച്ച് കണക്ട് ആവുന്നതിന് പറഞ്ഞ പേരാണ് വീണ്ടും ജനനം. ദ ലാസ്റ്റ് വൺ, സ്നാനം. സ്തോത്രം. അവസാനത്താണ് സ്നാനം. സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക. ഒരുവൻ ക്രിസ്തുവിലാകുന്നത് അതുകൊണ്ടാണ്, ക്രിസ്തുവിലാകുന്നത്. സ്തോത്രം. അതാണ് നമ്മൾ കാണുന്നത്. 2 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. സ്തോത്രം. അവരുടെ ദിശ മുഴുവൻ മാറുകയാണ്. അടുത്ത് പറയുന്നത് കേട്ടോക്കെ.
ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നു. നമ്മൾ ക്രിസ്തുവിലായിട്ട് എത്ര കൊല്ലായി? കുറെ കൊല്ലായി. അത് പുതുതായോ? ഒന്നും പുതുതായില്ല, കുറച്ചുകൂടെ പഴയതായതേ ഉള്ളൂ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ഗുണം പിടിക്കാൻ വല്ല താല്പര്യമുണ്ടോ? അതോ സ്ഥിരമായിട്ട് വരുന്ന പോലെ തന്നെ ഇങ്ങനെ ഈ രാത്രിയിൽ ഗുണം പിടിക്കണം? ഇനിയൊരു രാത്രി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നാളെ ഉച്ചയ്ക്ക് ശവടക്കാണെങ്കിലോ? എന്ത് ഇല്ലെന്നൊന്നും വിചാരിക്കരുത്. ചത്തുവാൻ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട. നമ്മൾ പറയില്ലോ, അയ്യോ കുളിച്ചുകൊണ്ട് നല്ലതായിട്ട് കിടന്നതാണ്, ദേ ചത്ത് കിടക്കുന്നു. കേട്ടില്ലേ നിങ്ങൾ? നമുക്ക് ആർക്കും വേണം മരിക്കാം. നമ്മൾ ദിനേനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ശ്വാസം വിടുന്നു, ഫ്രീ ആയി, കണ്ട. പിന്നെ എടുത്തില്ലെങ്കിൽ പോയി, ഫുൾ എടുക്കുന്നു, ഫുള്ള് വിടുന്നു, എല്ലാം അപ്പോഴപ്പോഴും അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പോവുകയാണ്. എപ്പോൾ വേണോ തട്ടിപ്പോവാം. അറ്റാക്ക് അടിക്കണമെന്നൊന്നുമില്ല, വലിയ സംഭവം അങ്ങനെയൊന്നുമില്ല. ചിലർക്ക് നിങ്ങൾ കണ്ടില്ല, ഡോക്ടർ പറയും ധൈര്യമായിട്ട് ഇപ്പോൾ കൊള്ളിനി 6 മാസം കഴിഞ്ഞ് വന്നാൽ മതി, ചത്തു. ചിലർ ഡോക്ടേഴ്സ് പറയുന്നില്ലേ ബുദ്ധിമുട്ടാണ്, ഡോക്ടർ ചത്താൽ ഇവർ കിടക്കും. അതങ്ങനെയാണത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ടെൻഷൻ ഒന്നും പിടിക്കണ്ട. ഒരു കാര്യം ഉറപ്പ് വേണം, നാളെ മരിച്ചു പോയാൽ, പൗലെന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, പോയാൽ ഈ കസേരയൊക്കെ പറക്കി നമ്മളെ വീട്ടിൽ കൊണ്ടിടും, ഇവിടെ അടുത്ത എവിടെയെങ്കിലാണെങ്കിൽ. സ്വതന്ത്രം. ഞാൻ ഇന്ന് മരിച്ചാൽ നാളെ രാത്രിക്കകത്ത് ശവടക്ക് നടക്കും, മറ്റന്നാൾ രാവിലെ ചർച്ചിൽ ആരാധന നടക്കും, അല്ലേ? അവർ കുറച്ച് നേരം ദുഃഖമൊക്കെ പറയും, പാസ്റ്റർ പാവായിരുന്നു, അങ്ങനെ ചത്തുപോയി, സാക്ഷിയൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മൂക്കളൊക്കെ വലിച്ചു തേച്ച്, അല്ലേ? അടുത്ത ആഴ്ച ആകുമ്പോൾ പഴയതുപോലെ പോകും. ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ആരും മരിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എത്രയോ പേര് ഇവിടെ മരിച്ചു, ഇവിടെ വല്ല സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. നമ്മളെക്കുറിച്ച് കരയാനൊന്നും ആരുമില്ല. ആരെങ്കിലുമൊക്കെ കുറച്ചേരം കരഞ്ഞെന്നിരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ബേജാറാവണ്ട. കരയൂലേ, ഇതൊന്നും പിടിച്ച് ബോധരണ്ട. ചത്ത് കഴിയുമ്പോൾ നിങ്ങൾ കരയേണ്ടി വരരുത്. തന്നെത്താൻ മരിക്കാൻ താല്പര്യപ്പെട്ടു നിന്ന ജയിലറോട് പൗലോസ് പറഞ്ഞതാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. മാന്യ സുഹൃത്തുക്കളെ, ഞാൻ ഒറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യുദ്ധം, ഈ യുദ്ധം സ്ട്രോങ് യുദ്ധമാണ്. ഇതേത് ദിശയിലേക്ക് പോകുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയുന്നില്ല. ഒറ്റ കാര്യമാണ് ഇതിൻ്റെ ദിശ നിയന്ത്രിക്കേണ്ടത്, കർത്താവിൻ്റെ വരവാണ്. അതേത് സമയവും സംഭവിക്കും. ഞാൻ ഈ പറയുന്നത് പച്ച പരമാർത്ഥമാണ്. ഇല്ലെങ്കിൽ ഇതിപ്പം ഇതാവണം, സെറ്റിൽമെൻ്റ് ആവണം. കർത്താവിൻ്റെ വരവ് ലേറ്റ് ആവുന്നെങ്കിൽ ഇത് സെറ്റിൽമെൻ്റ് ആവണം. ഇതിനെ അടുത്ത ദിശയിലേക്ക് എടുക്കണമെങ്കിൽ നടക്കേണ്ടുന്ന സംഭവം യേശുക്രിസ്തുവിൻ്റെ വരവാണ്. അതിനുവേണ്ടി മാത്രമാണ് യുദ്ധം, ഈ വെയിറ്റിംഗ്. ബാക്കിയെല്ലാം ഏതൊക്കെ ചേരി തിരിയണമോ എല്ലാം തിരിഞ്ഞിരിക്കുകയാണ്. നമുക്കിവിടെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങോട്ട് ഓടാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് ഓടാൻ പറ്റത്തില്ല. ഗ്യാസിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വില കൂടും. ഈ അടി തുടരുകയാണെങ്കിൽ സെറ്റിൽമെൻ്റ് ആയാലും വില കൂടും നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഹോർമസ് കടലെടുക്കിന് വേണ്ടി അവിടെ ടോൾ എടുക്കുന്ന പ്രശ്നം വന്നാൽ നമുക്ക് വില കൂടും. എല്ലാ സാധനത്തിനും വില കൂടും. ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട, എല്ലാത്തിനും വില കൂടും. നമ്മുടെ കയ്യിൽ ഒരു കളിയും നിൽക്കില്ല, ഒരു കളിയും നിൽക്കില്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം വളരെ ഗൗരവത്തോടുകൂടി, വളരെ ബുദ്ധിയോടുകൂടി മുമ്പിലോട്ട് പോകാം. നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാമോ? ഈ ജയിലർ നിൽക്കുന്ന സെയിം സിറ്റുവേഷനാണ്. ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാൻ ഒക്കില്ല. എന്നെ ആര് രക്ഷപ്പെടുത്തും? ഇവിടെ ആർക്കും രക്ഷപ്പെടുത്താൻ ഒക്കത്തില്ല. ഒന്നേ നമുക്ക് ചെയ്യാൻ നോക്കൂ, ക്രിസ്തുവിൽ ആശ്രയിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. ഇവിടെ നിൽക്കണമെങ്കിലും ആ കർത്താവിൽ നമുക്ക് ആശ്രയം വേണം. ഇവിടെ വിടണമെങ്കിലും നമുക്ക് കർത്താവിൽ ആശ്രയം വേണം. ആ കർത്താവിനെ നമ്മുടെ രക്ഷകനായി ഹൃദയത്തിലേറ്റി നമ്മുടെ പാപം തള്ളിക്കളഞ്ഞ് നമുക്ക് കർത്താവിൽ ആശ്രയിക്കാൻ തയ്യാറാകാമോ? കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയില്ല. തനേകനായി വന്നു, അതുപോലെ മടങ്ങിയതുപോലെ നമ്മളും ഇവിടെ മടങ്ങണം. എത്രയും വേഗം നമ്മുടെ പ്രാണപ്രിയൻ വരുവാൻ സമയമെടുത്തിരിക്കുന്നു. നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അക്കരെ നാട്ടിലെത്തുവാൻ, ബാക്കിയുള്ളതിൽ മുഴുവനുള്ള ആശ്രയം വിട്ടുകളയാം. ജോലിയുള്ള ആശ്രയം നല്ലത് തന്നെയാണ്, പക്ഷെ അത് തുണയ്ക്കുമെന്ന് വിചാരിക്കരുത്. ആരോഗ്യത്തിലുള്ള ആശ്രയം നല്ലത് തന്നെയാണ്, അത് തുണയ്ക്കുമെന്ന് വിചാരിക്കരുത്. ഭർത്താവിലും ഭാര്യയിലും അമ്മായിയപ്പനിലുമുള്ള ആശ്രയം നല്ലത് തന്നെയാണ്, ഇതൊന്നും താങ്ങായി കൂടെ നിൽക്കുമെന്ന് വിചാരിക്കരുത്. ഇതെല്ലാം നമ്മളെ വിട്ടുപോകും. ഒരിക്കലും വിട്ടുപോകാതെ ആശ്രയിക്കാൻ കഴിയുന്ന, ധൈര്യസമേതം ആശ്രയിക്കാൻ കഴിയുന്ന ആളൊന്നേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എല്ലാ കണ്ണുകളും ദൈവസന്നിധി മൂടാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്നോട് കരുണ കാണിക്കണം എന്ന് പറയാം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ.
ഈ രാത്രിയിൽ എന്നോട് കരുണ കാണിക്കണമേ കർത്താവേ എന്ന് പറയാം. അങ്ങയുടെ മഹാകൃപ എൻ്റെ മീതെ പകരണമെന്ന് പറയാം. തിരുസാന്നിധ്യം എൻ്റെ മീതെ പകരണമെന്ന് പറയാം. കർത്താവിന്റെ കരങ്ങളിൽ എല്ലാവർക്കും ഏൽപ്പിച്ചു കൊടുത്ത ചില നിമിഷങ്ങൾ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ തേടി വന്ന ആ കർത്താവിന്റെ വലിയ സ്നേഹം നമ്മളോട് കാണിക്കുവാൻ കർത്താവിന് കൃപ തോന്നി. പാപിയായി നമ്മെ വീണ്ടെടുക്കുവാൻ ആ കർത്താവ് നമ്മളെ തേടി ഭൂമിയിലേക്ക് വന്നു. ആ സ്നേഹം എത്ര വലിയത്, ദൈവത്തിന്റെ കൃപ എത്ര വലിയത്. കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാവൂ.